Hello. 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 അല്ലേ നല്ല ആൾക്കാർ അപ്പു അമ്മാരോട് ചായ കുടിക്കാം. ഒന്ന് അൺമ്യൂട്ട് ആക്കാവോ? ആരാണ് മരിയ സെബാസ്റ്റ്യൻ? ഓക്കെ. ഹായ് എവ്രിവൺ. ഞാൻ അപർണ. ഞാനാണ് ഇന്നത്തെ നിങ്ങളുടെ റിവിഷൻ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ. ഇത്രയും പേരല്ലേ വരാനുള്ളൂ. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓഡിബിൾ അല്ലേ എന്നൊന്ന് റെസ്പോണ്ട് ചെയ്യാരെങ്കിലും. ഓക്കെ. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. ഓക്കെ, നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചു കാണും റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്താണ്. ഓക്കെ, നോക്കാം. റിലേഷൻസ് ഇൻ മാത്സ് ഇസ് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഫോർ ദ സെറ്റ് തിയറി. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. മാത്സിൽ പല ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആണ് സെറ്റ് തിയറി എന്ന് പറയുന്നത്. ഇപ്പൊ സെറ്റ് തിയറിയിലെ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് എന്ത്? റിലേഷൻസ് എന്ന് പറയുന്നത്. നോക്കാം. Relations and functions generally tell us about the different operations performed on the sets. സെറ്റ്സിൽ നടക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസിനെ പറ്റിയാണ് നമ്മൾ റിലേഷൻസിൽ മെയിൻ ആയിട്ട്. റിലേഷൻസ് എന്ന് പറയുന്നത് സെറ്റ്സിൽ, അതായത് ഇപ്പൊ നമ്പേഴ്സിന്റെ സെറ്റോ അല്ലെങ്കിൽ ആൽഫബറ്റ്സിന്റെ സെറ്റോ എടുത്താൽ അവർക്ക് അവിടെയുള്ള ഓപ്പറേഷൻസ്, അവിടെ നടക്കുന്ന ഓപ്പറേഷൻസിനെ ആണ് നമ്മൾ റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് റിലേഷൻ ഇൻ മാത്സ് ക്യാൻ ബി പുട്ട് ഇൻ ടു ടേം ആസ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ എലമെന്റ്സ് ഓഫ് ടു ഓർ മോർ സെറ്റ്സ് ആൻഡ് ദ സെറ്റ്സ് മസ്റ്റ് ബി നോൺ എംപ്റ്റി. ഓക്കെ, ഇതിപ്പോ ഞാൻ മാത്സിന് മാത്രം വന്ന ആളാണ്. എനിക്ക് ഇതിനെപ്പറ്റി ബാക്കി സബ്ജക്ട്സിനെ പറ്റി ഒന്നും അറിയില്ല, എപ്പോഴാണ് ക്ലാസ് എന്നൊന്നും. ഓക്കെ, ഞാൻ ഇന്നത്തേക്ക് മാത്രം വന്നിട്ടുള്ള മാത്സിന്റെ ടീച്ചറാണ്. ഓക്കെ, നോക്കാം. റിലേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ കണക്ഷൻ ആണ്. കണക്ഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയാം. അതായത് രണ്ട് സെറ്റ്സ് എയും ബിയും നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ രണ്ട് സെറ്റ്സിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു റിലേഷനെയാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേഷൻ എന്ന് പറയുന്നത്. ആൽബിൻ മാത്യു, എന്താണ്? ഓക്കെ, റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെറ്റ് എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു സർട്ടൻ കണ്ടീഷൻസും ഉണ്ട്.
ഓക്കെ ഓക്കെ അങ്ങനെ ഒരു കണക്ഷൻ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിലേഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, റിലേഷൻസിനെ നമ്മൾ ജനറലി ഡിനോട്ട് ചെയ്യുന്നത് ആർ വെച്ചിട്ടാണ്. ഓക്കെ, എ റിലേഷൻ നെയിമിലി ആർ ഇസ് ഫോംഡ് ബൈ എ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് സബ്സെറ്റ്സ്. നോക്കാം, ഒരു റിലേഷൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു റിലേഷൻ അതിനെ നമ്മൾ ജനറലി ഡിനോട്ട് ചെയ്യുന്നത് ആർ വെച്ചിട്ടാണ്. ആർ എന്ന് പറയുന്നത് ഫ്രം ഒരു സെറ്റ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു പാത്ത് മാപ്പിംഗ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. എയിൽ നിന്ന് ഡി എന്ന് പറഞ്ഞ സെറ്റിലേക്കുള്ള ഒരു മാപ്പിംഗ്. ഓക്കെ, ആ മാപ്പിംഗ് എന്താ, ഈ റിലേഷൻസ് ആക്ച്വലി അത് കാർട്ടീഷ്യൻ പ്രോഡക്ട്സ്, നിങ്ങൾക്ക് അറിയാലോ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണ്, എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ സബ്സെറ്റ്സുകളായിരിക്കും റിലേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോ എ എന്ന് പറയുന്ന സെറ്റ് എടുക്കുന്നത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നോക്കാം, എ ഞാൻ എടുക്കുന്നത് സെറ്റ് ഓഫ് ഓൾ 1 2 3 എക്സെട്ര. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ബി എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് ഞാൻ സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സിലേക്ക് ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാന്ന് വിചാരിക്കുക. ഓക്കെ, ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 2 4 6 എക്സെട്ര. സോ ഇത് മാപ്പ് ചെയ്യുന്നത് ഇങ്ങനെ മാപ്പ് ചെയ്യാൻ പറ്റൂലോ. ഓക്കെ, ഞാനൊരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, ഞാൻ എടുക്കുന്നത് n to n ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഞാൻ അത് മാപ്പ് ചെയ്യുന്നത് ജസ്റ്റ് മിനിറ്റ്, ഞാനിത് മാപ്പ് ചെയ്യുന്നത് റിയൽ നമ്പർ എന്താ സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സിലേക്കാണ്. ഓക്കെ, ഓക്കെ, അങ്ങനെ നമുക്ക് ഒരു നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്ന് എന്താ സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സിന്റെ സെറ്റിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെ നമുക്ക് ഒരു കണക്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എനി ഡൗട്ട്? ഹലോ? ഇല്ല മാം. ഓക്കെ, okay. It defines the relationship between two sets of values, let's say from set A to B. Set A is called the domain and set B is called codomain. Okay, നോക്കാം, ഞാൻ പറഞ്ഞു എന്താ റിലേഷൻസ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ആർ വെച്ചിട്ടാണ്, ക്യാപിറ്റൽ ലെറ്റർ ആർ വെച്ചിട്ടാണ്. അതെന്ന് പറയുന്നത് ഒരു സെറ്റ് എയിൽ നിന്ന് ബിയിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ആ എനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൊമൈൻ എന്ന്. ആ ബിനെ നമ്മൾ എന്ത് പറയും, കോഡൊമൈൻ എന്നാണ് പറയുന്നത്. ഇഫ് ordered pair A, B belongs to R, it shows that A is related to B under the relation R. അതായത് ഞാൻ പറഞ്ഞു റിലേഷൻസ് ആക്ച്വലി എന്താണ്, കാർട്ടീഷ്യൻ പ്രോഡക്ട്സിന്റെ സബ്സെറ്റ്സ് ആണ്. കാർട്ടീഷ്യൻ പ്രോഡക്ട്സിലെ എലമെന്റ്സ് എന്തായിരിക്കും, സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ് ആയിരിക്കും. സോ ഒരു ആറിലെ അതായത് റിലേഷനിൽ ഒരു എലമെന്റ് എടുക്കാന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും, ഓർഡേർഡ് പെയർ എ ബി ആയിരിക്കും. ആ ഫോമിലായിരിക്കും അത് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഇപ്പൊ എ ബി, ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ എന്താ, എ റിലേറ്റഡ് ടു ബി എന്നാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, ഇനി പല ടൈപ്പ് ഓഫ് റിലേഷൻസ് ഉണ്ട്. ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം, ഫസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് എംപ്റ്റി റിലേഷൻ. In this, there is no relation between any element of a set. നമ്മളൊരു സെറ്റ് എടുത്താൽ ആ സെറ്റില് നമുക്ക് വേറൊരു റിലേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതായത് ഒരു കണക്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള സെറ്റ്സിനെ നമുക്ക് എന്ത് പറയാം, അങ്ങനെയുള്ള റിലേഷൻസിന് എന്ത് പറയാം, എംപ്റ്റി റിലേഷൻ അല്ലെങ്കിൽ നൾ റിലേഷൻ അല്ലെങ്കിൽ വോയിഡ് റിലേഷൻ എന്നൊക്കെ പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കി, നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇഫ് എ സെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 2, 4, 6, then an empty relation can be R is equal to set x, y where x plus y greater than 11. നോക്കാം, നമ്മൾ എടുക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് എ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സെറ്റ് 2, 4, 6 ഈ സെറ്റ് ആണ് എടുത്തിരിക്കുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്, എക്സ്, വൈ. അവിടെ എന്താണ് കണ്ടീഷൻ തന്നിരിക്കുന്നത്, എക്സ് പ്ലസ് വൈ എടുത്താൽ അത് ഗ്രേറ്റർ ദാൻ 11 ആയിരിക്കണം. അതായത് ഈ സെറ്റിലെ ഏത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താലും അതിന്റെ സം അതെന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 11 ആയിട്ട് വരുന്ന റിലേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഓക്കെ ആണോ ഇത്? അതെടുക്കുവാണെങ്കിൽ നോക്കിക്കേ,
ഈ കേസിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ഒരു രണ്ട് എലമെന്റ്സ് എടുത്താലും ഈ സെറ്റ് എയിലെ ഏത് രണ്ട് എലമെന്റ്സും ആഡ് ചെയ്താൽ നമുക്ക് 11 കിട്ടുമോ? 2+4 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 6 ആണ് കിട്ടുന്നത്. 2+6 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 8 ആണ് കിട്ടുന്നത്. 4+6 എടുത്താൽ എന്ത് കിട്ടും? 10 ആണ് കിട്ടുന്നത്. അത് എന്താ ഈ പറഞ്ഞ ഒരു എലമെന്റ് പോലും ഏത് എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്താലും അതിന്റെ സം എടുത്താലും എന്താണ് 11നെക്കാളും ചെറുതാണ്. സോ നമുക്ക് അവിടെ ഒരു റിലേഷൻ എന്താണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള റിലേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല, സെറ്റ്സിനിടയിൽ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു കണക്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള റിലേഷനെയാണ് നമ്മൾ എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഹലോ, ഓക്കെ. സെക്കൻഡ് റിലേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റിലേഷൻ. In this, each element of a set is related to every element of that set. ഓക്കെ, നോക്കുക, ഒരു സെറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സെറ്റിലെ ഓരോ എലമെന്റിനെയും ഇപ്പൊ നോക്കുക, ഒരു എലമെന്റ് എടുത്തു, അതെന്ന് പറയുന്നത് ആ സെറ്റിലെ തന്നെ ബാക്കി എല്ലാ എലമെന്റ്സുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ, ദാറ്റ് ഇസ് റിലേറ്റഡ് ആണെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻസിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, എക്സാമ്പിൾ നോക്കിക്കേ. If set A is equal to set 2, 4, 6, then a universal relation can be R is equal to set x, y, where x plus y greater than 0. നോക്കുക, ഈ സെറ്റിലെ ഏതൊരു എലമെന്റ് എടുത്താലും, ഓക്കെ, ഏതെങ്കിലും ഒരു എലമെന്റ് എടുത്താലും നമ്മളിവിടെ കണ്ടീഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഈ പറഞ്ഞ എ എന്ന് പറഞ്ഞ സെറ്റിലെ ഏതൊരു എലമെന്റ് എടുത്താലും അതിനെ ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ആണല്ലോ. 2+4 എടുത്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? 6 കിട്ടും. 2+6 എടുത്താൽ നമുക്ക് 8 കിട്ടും. 4+6 എടുത്താൽ നമുക്ക് 10 കിട്ടും. സോ അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ആ സെറ്റിലേക്ക് തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും അല്ലെ? 2+4 എടുത്താൽ നമുക്ക് 6 കിട്ടും. അപ്പോ നോക്കാം, ഇപ്പൊ ഞാൻ എടുക്കുന്നത് ഓക്കെ, ഇവിടെ പറഞ്ഞതനുസരിച്ച് നമ്മൾ എടുക്കുന്ന സെറ്റ് എ എന്ന് പറയുന്നത് 2, 4, 6 ആണ്. സോ നമുക്ക് ഡിഫൈൻ ചെയ്തേക്കുന്നത് എന്താ? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഓക്കെ, ഇവിടെ എക്സ് പ്ലസ് വൈ നമ്മൾ ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് നോക്കി. 2+4 നമ്മൾ എടുത്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? 6 ആയിരിക്കും കിട്ടുന്നത്. ഇനി നമ്മളിപ്പോ എടുക്കുന്നത് 2+6 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയേനെ? 8 കിട്ടിയേനെ. ഓക്കെ, 4+6 എടുക്കുകയാണെങ്കിൽ നമുക്ക് 10 കിട്ടിയാണ്. അതായത് എല്ലാം ഗ്രേറ്റർ ദാൻ 0 ആണ്. എല്ലാം നമുക്ക് ഒരേ സെറ്റിലേട്ട് ഒരു എലമെന്റിനെ എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ആ സെറ്റിലേട്ട് തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെയുള്ള സെറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ റിലേഷൻ. അങ്ങനെയുള്ള റിലേഷൻസിനെ നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ ആണ് മാം. ഓക്കെ. അടുത്തത് തേർഡ് വൺ ആണ്. നോക്കുക, ട്രിവിയൽ റിലേഷൻ. Empty relation and universal relation is sometimes called a trivial relation. Okay, empty relation നെയും അതുപോലെ തന്നെ യൂണിവേഴ്സൽ റിലേഷൻസിനെയും നമ്മൾ എന്ത് പറയും? ചില ടൈമിൽ നമ്മൾ ട്രിവിയൽ റിലേഷൻ എന്നാണ് പറയാറ്. ഇനി അടുത്ത ഒരു റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ്. നിങ്ങൾ ഇക്വലൻസ് റിലേഷൻസ് പഠിച്ചു കാണും. ഇക്വലൻസ് റിലേഷനിൽ മെയിൻ ആയിട്ട് 3 റിലേഷൻസ് ആണ് നമ്മൾ പറയുന്നത്: റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ റിഫ്ലെക്സീവ് റിലേഷൻ. In this, each element of set say A is related to itself. ഇപ്പൊ ഒരു എലമെന്റ് എ എടുക്കുകയാണെങ്കിൽ ആ എലമെന്റിലേക്ക് തന്നെ റിലേറ്റഡ് ആണെങ്കിൽ, എ റിലേറ്റഡ് ടു എ ആണെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻസിനെ നമ്മൾ എന്ത് പറയും? റിഫ്ലെക്സീവ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് എ റിലേഷൻ R in a set A is called reflexive if set ordered pair A, A belongs to R for every A belongs to A. അതായത് ordered pair A, A belongs to R means എന്താണ്? A related to A. ഒരു എലമെന്റ് എടുത്താൽ അത് അതിനോട് ആ ഒരു എലമെന്റിലേക്ക് തന്നെ റിലേറ്റഡ് ആണെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻസിനെ നമ്മൾ പറയുന്നത് റിഫ്ലെക്സീവ് റിലേഷൻ എന്നാണ്. നോക്കാം, ഫോർ എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത് നമുക്കൊരു സെറ്റ് എ തന്നിട്ടുണ്ട്. സെറ്റ് 1, 2, 3. ദ റിലേഷൻ ആർ ഇസ് ഈക്വൽ ടു സെറ്റ്, നമ്മൾ ഓർഡേഡ് പെയർസ് ആണല്ലോ നമുക്ക് എന്തായാലും റിലേഷൻസിൽ വരുന്നത്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ്സ് ആയിരിക്കും എന്ത്? റിലേഷൻസ്. സോ നമുക്ക് എന്താണ് വരുന്നത്? 1 to 1 ഓർഡേഡ് പെയർ 1, 2, 2, 2, 2, 1, 3, 3.
ഇതാണ് നമുക്ക് റിലേഷൻ തന്നിരിക്കുന്നത്. നോക്കുക, ഇതില് വൺ റിലേറ്റഡ് ടു 1 ആണ്, അതേപോലെ തന്നെ എന്താ 2 റിലേറ്റഡ് ടു 2 ആണ്, അതുപോലെ 3 റിലേറ്റഡ് ടു 3 എന്ന് പറഞ്ഞ കേസ് നമുക്ക് തന്നിട്ടുണ്ട് ഇതിൽ റിലേഷൻസിൽ. സോ ഇതെന്താ റിഫ്ലെക്സീവ് ആണ്, സിൻസ് ഈച്ച് എലമെന്റ് ഓഫ് എ സെറ്റ് എ ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. കണ്ടല്ലോ, 1 റിലേറ്റഡ് ടു 1 ആണ്, 2 റിലേറ്റഡ് ടു 2 ആണ്, 3 റിലേറ്റഡ് ടു 3. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുവാണെങ്കിൽ ഈ സെറ്റിൽ ആകെ 1 2 3 ഉള്ളൂ. അത് 1 ആണെങ്കിലും 1ലേക്ക് തന്നെ റിലേറ്റ് ചെയ്യുന്നുണ്ട്, 2 ആണെങ്കിൽ 2ലേക്ക് റിലേറ്റ് ചെയ്യുന്നുണ്ട്, 3 ആണെങ്കിൽ 3ലേക്കും റിലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ പറഞ്ഞിരിക്കുന്ന റിലേഷൻ എന്താണെന്ന് നമുക്ക് പറയാം, റിഫ്ലെക്സീവ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? അവിടെ നമ്മൾ ഒരു 1 1 2 2 3 3 നോക്കിയാൽ പോരായോ? നമ്മൾ റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു എലമെന്റ് അതിലേക്ക് തന്നെ മാപ്പ് ചെയ്യുകയാണെങ്കിൽ, റിലേറ്റഡ് ആണെങ്കിൽ അതല്ലേ റിഫ്ലെക്സീവ്? അതെ. ഇപ്പൊ 1 റിലേറ്റഡ് ടു എന്തായിരിക്കണം, 1ലേക്കല്ലേ റിലേറ്റഡ് ആവേണ്ടത്. 2 റിലേറ്റഡ് ടു 2 ആവണം, 3 റിലേറ്റഡ് ടു 3 ആവണം. ഓക്കേ. അപ്പൊ അങ്ങനെ വരുമ്പോ ആ സെറ്റ് നമ്മൾ എന്ത് പറയും, ആ റിലേഷനെ റിഫ്ലെക്സീവ് എന്ന് പറയും. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അടുത്ത റിലേഷൻ സിമെട്രിക്. ഈ പറയുന്ന റിഫ്ലെക്സീവ് ആണെങ്കിലും സിമെട്രിക് ആണെങ്കിലും ട്രാൻസിറ്റീവ്, ഇനി പറയാൻ പോകുന്ന ട്രാൻസിറ്റീവ് ആണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു എലമെന്റ് അതിലേക്ക് തന്നെ മാപ്പ് ചെയ്യുകയാണെങ്കിലാണ് അതിനെ നമ്മൾ റിഫ്ലെക്സീവ് എന്ന് പറയുള്ളൂ. എ റിലേറ്റഡ് ടു എ ആയിരിക്കണം. എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ അതിനെ നമ്മൾ റിഫ്ലെക്സീവ് എന്ന് പറയില്ല. ഓക്കെ, ഇനി 5th വൺ നോക്കിക്കേ, സിമെട്രിക് റിലേഷൻ. എ റിലേഷൻ ആർ ഇൻ സെറ്റ് എ is called symmetric if ordered pair a comma b belongs to R and ordered pair b comma a belongs to R for every a comma b belongs to A. നോക്ക, നമ്മൾ എടുക്കുന്നത് റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തേക്ക് നോക്കി, സിമെട്രിക് ആവണമെങ്കിൽ റിഫ്ലെക്സീവ് ആവോ? ഇല്ല. 1 to 2 എന്ന് പറയുന്നത് എന്താ, 1 റിലേറ്റഡ് ടു 2 എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ റിഫ്ലെക്സീവ് ആവുന്നത്? എ റിലേറ്റഡ് ടു എ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അത് റിഫ്ലെക്സീവ് ആവാൻ പറ്റുള്ളൂ. 1 റിലേറ്റഡ് ടു 1, 2 റിലേറ്റഡ് ടു 2. നമുക്ക് ഈ സെറ്റിൽ നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്തപ്പോൾ 1 റിലേറ്റഡ് ടു 1 ആണ്, 2 റിലേറ്റഡ് ടു 2 ആണ്, 3 റിലേറ്റഡ് ടു 3 ആണ്. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. സിമെട്രിക് റിലേഷൻ ഒന്നും കൂടി പറയോ? ഏതാണ് പറയേണ്ടത്? സിമെട്രിക് തന്നെ ഒന്നും കൂടി. സിമെട്രിക്. ഓക്കെ, ഞാൻ സിമെട്രിക് പറയാം. എന്താണ്, ഇപ്പോ ഓർഡേഡ് പെയർ എ കോമ ബി എടുത്തു, റിലേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. റിലേഷന്റെ സെറ്റിൽ നിന്ന് നമ്മൾ ഓർഡേഡ് പെയർ എ കോമ ബി എടുത്തു, അതേപോലെ തന്നെ ബി കോമ എയും ഉണ്ടെങ്കിൽ, എ കോമ ബിയും ബി കോമ എയും ഉണ്ടെങ്കിൽ ദെൻ അതെന്താണ്, ഓക്കെ സോറി ഒന്നോടെ പറയാം, ട്രാൻസിറ്റീവ് കയറി വന്നു, സോറി. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എ കോമ ബി അതായത് എ റിലേറ്റഡ് ടു ബി ഉണ്ടെങ്കിൽ വിച്ച് ഇംപ്ലൈസ് ബി റിലേറ്റഡ് ടു എ എന്ന് പറയാൻ പറ്റണം. അതായത് 1 റിലേറ്റഡ് ടു 2 ആണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് 2 റിലേറ്റഡ് ടു 1 എന്ന് നമുക്ക് പറയാൻ പറ്റണം. അങ്ങനെയുള്ള റിലേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമെട്രിക് എന്ന് പറയുന്നത്. സിമെട്രിക് ക്ലിയർ ആണോ? ഓക്കെ. അതിന്റെ ഓക്കെ നോക്കാം. ഫോർ എക്സാമ്പിൾ തന്നിരിക്കുന്നത്, if a set A is equal to set 1 2 3, then relation R is equal to ordered pair 1 2 2 1 2 3 3 2 3 1 1 3 is symmetric. ഇത് സിമെട്രിക് ആണോ? 1 റിലേറ്റഡ് ടു 2 ആണെന്നുണ്ട്. ദെൻ നമുക്ക് എന്ത് സിമെട്രിക് ആവാൻ എന്താ അടുത്ത ഇത് കണ്ടീഷൻ എന്താ, 2 റിലേറ്റഡ് ടു 1 ആയിരിക്കണം. ആ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? ഇനി നോക്കാം, 2 റിലേറ്റഡ് ടു 3 എന്നിവിടെ ഉണ്ട്. സോ എന്ത് വേണം അടുത്തത്, 3 റിലേറ്റഡ് ടു 2 എന്നും വേണം. അതിവിടെ ഉണ്ടോ? ഉണ്ട്. ഇനി നോക്കാം, 3 റിലേറ്റഡ് ടു 1 ഇവിടെ ഉണ്ടെങ്കിൽ ദെൻ എന്താ വേണ്ടത് സിമെട്രിക് ആവാൻ, 1 റിലേറ്റഡ് ടു 3 എന്ന് വേണം. ഓക്കെ,
ഈ സെറ്റ് എന്തായി? ഈ പറഞ്ഞിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് സിമെട്രിക് ആയി. ക്ലിയർ ആണോ ഇത്? ഹലോ, ക്ലിയർ ആണ്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവര് എന്നോടൊന്ന് ഓഡിയോ ഒന്ന് മ്യൂട്ട് മാറ്റിയിട്ട് ഒന്ന് പറയണം. ഓക്കെ ഓക്കെ, നോക്കാം. 6th വൺ, ട്രാൻസിറ്റീവ് റിലേഷൻ. ട്രാൻസിറ്റീവിൽ മെയിൻലി പറയുന്നത് ഇപ്പോ എ റിലേറ്റഡ് ടു ബി, ബി റിലേറ്റഡ് ടു എ ആണെങ്കിൽ, സോറി ഒന്നുകൂടെ പറയാം, എ റിലേറ്റഡ് ടു ബി, ബി റിലേറ്റഡ് ടു സി ആണെങ്കിൽ ദെൻ വിച്ച് ഇംപ്ലൈസ് എ റിലേറ്റഡ് ടു സി ആയിരിക്കണം. ഓക്കെ, നോക്കാം. എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ is called transitive if ordered pair a comma b belongs to R and b comma c belongs to R, then or which implies ordered pair a comma c is also belongs to R for every a comma b comma c belongs to A. നോക്ക, നമ്മൾ പറയുന്നത് നോക്കിക്കേ, ഒരു റിലേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതില് ഒരു ഒരു എലമെന്റ് ആയിട്ട് എ റിലേറ്റഡ് ടു ബി ഉണ്ട്, അതേപോലെ തന്നെ ബി റിലേറ്റഡ് ടു സിയും ഉണ്ടെങ്കിൽ വിച്ച് എംപ്ലൈസ് എന്തായിരിക്കണം? എ റിലേറ്റഡ് ടു സി ആയിരിക്കണം. അങ്ങനെയുള്ള റിലേഷൻസിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. നോക്കുക, ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നേക്കുന്ന നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റ് എ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 ആണ്. അതിൽ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കിയേ, കണ്ടല്ലോ. ഇതിൽ ആദ്യം നോക്കിക്കേ, 1 റിലേറ്റഡ് ടു 2 ആണ്, 2 റിലേറ്റഡ് ടു 3 എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഇത് ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? 1 റിലേറ്റഡ് ടു 3 ആയിരിക്കണം. ഓക്കെ, അടുത്ത എലമെന്റ് അതല്ലേ? നോക്കിക്കേ. ഇനി അടുത്ത് നോക്കിക്കേ, 2 റിലേറ്റഡ് ടു 3 എന്നുണ്ട്, അതുപോലെ 3 റിലേറ്റഡ് ടു 2 എന്നാണ് ഉള്ളത്. സോ നമുക്ക് ട്രാൻസിറ്റീവ് ആവാൻ എന്ത് വേണം? 2 റിലേറ്റഡ് ടു 2 കൂടെ വേണം, അതും ഈ സെറ്റിലുണ്ട്. സോ ഇതെന്താണ്? ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. എന്നോടെ പറയാം, എ റിലേറ്റഡ് ടു ബി ആണ്, അതുപോലെ ബി റിലേറ്റഡ് ടു സി ആണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് എന്തായിരിക്കണം? എ റിലേറ്റഡ് ടു സി ആയിരിക്കണം. അങ്ങനെയുള്ള റിലേഷൻസിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതൊന്നുകൂടെ ഒന്ന് പറയാവോ? ഓക്കെ, നോക്കാം. ഇപ്പോ സെറ്റ് എ തന്നിരിക്കുന്നത് എന്താ? 1 2 3 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ റിലേഷൻസ് വരുമ്പോ നോക്കുക, 1 റിലേറ്റഡ് ടു 2 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, അതേപോലെ ആ സെറ്റിൽ 2 റിലേറ്റഡ് ടു 3 ഉണ്ടല്ലോ. ഇനി കണ്ടീഷൻ അനുസരിച്ച്, ട്രാൻസിറ്റീവ് ആവുന്നതിന്റെ കണ്ടീഷൻ അനുസരിച്ച് ഇവിടുത്തെ കേസിൽ 1 എന്താ? എ ആണ്. എ ബി ഉണ്ട്, അതുപോലെ തന്നെ ബി സിയും ഉണ്ട് എങ്കിൽ വിച്ച് ഇംപ്ലൈസ് എന്തായിരിക്കണം? എ സി ആയിരിക്കണം. ഇവിടുത്തെ എ എന്താ? 1, സി എന്താ? 3. ഈ 1 3 പറഞ്ഞ സെറ്റിലുണ്ടോ? ഹലോ, ഉണ്ട്. സോ അതെന്താണ്? ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ ആണ്. ഇനി അടുത്ത എലമെന്റ് നോക്കിക്കേ, 2 3. ഓക്കെ, അടുത്ത എലമെന്റ് നോക്കാം, 2 3, അതേപോലെ 3 2 ഉണ്ട്. അപ്പൊ ഈ കണ്ടീഷൻ, ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ അനുസരിച്ച് ഏത് എലമെന്റ് വേണം? 2 2 വേണ്ടേ? മനസ്സിലായില്ല? ഇല്ല, ആ ഒരു സംഭവം മനസ്സിലായില്ല. ഓക്കെ, ഇവിടെ നമ്മുടെ സെറ്റില് 2 3 ഉണ്ട്, പിന്നെ എന്തുണ്ട്? 3 2 ഉണ്ടല്ലോ. അപ്പൊ ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എ റിലേറ്റഡ് ടു ബി, അതുപോലെ ബി റിലേറ്റഡ് ടു സി ആണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് എന്താണ്? എ റിലേറ്റഡ് ടു സി ആയിരിക്കണം. ഇവിടുത്തെ കേസിൽ എ എന്താണ്? 2, സി എന്താ? 2. 2 2 ഈ സെറ്റിലുണ്ടോ? ഹലോ, ഓക്കെ, അപ്പൊ നമ്മള് ആദ്യത്തെ ഒരു സെറ്റ് അല്ല നോക്കേണ്ടത്. സെറ്റ് മീൻസ് ഓർഡേഡ് പെയർ. ആ ഓർഡേഡ് പെയർ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു റിലേഷൻ തന്നിട്ട് അത് ട്രാൻസിറ്റീവ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ? എ ബി ഉണ്ട്, ബി സി ഉണ്ടെങ്കിൽ ദെൻ എ സി അവിടെ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. മനസ്സിലായോ? മനസ്സിലായി. ഇപ്പോ ആ തന്നേക്കുന്ന ഓർഡർ പേരിനകത്ത് 1 2 2 3 അതുപോലെ 1 3 ആ സംഭവം ഈ ഒരു എ ബി സി ബിലോങ്സ് ടു ആ ഒരു സംഭവം ഉണ്ടല്ലോ, എ എ ബി സി എ സി അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. പക്ഷെ രണ്ടാമത് തന്നേക്കുന്ന സംഭവം അത് ഈ ഒരു സെറ്റ് എ വെച്ചിട്ടല്ല കൊടുത്തേക്കുന്നത്.
അല്ല ജസ്റ്റ് 2നെയും 3യെയും നമ്മൾ എ ബി ആയിട്ട് എടുത്തു, പിന്നെ 3യെ 2നെ ബി സി ആയിട്ട് എടുത്തു, അങ്ങനെ എടുത്തേക്കുന്നത്. അതെ, ബി സി ആയിട്ട് എടുത്തു. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? എ സി കിട്ടുന്നുണ്ടോ നോക്കണം. എ എന്താ ഇവിടെ? 2. സി എന്താ? 2. ഇപ്പൊ 2 എന്ന് പറയുന്നത്, അതായത് എ സി എന്ന് പറയുന്നത് ഈ ഇവിടത്തെ ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിൽ ഇല്ലേ, റിലേഷനിൽ ഇല്ലേ? ഉണ്ട്. അപ്പൊ അതെന്താ? അങ്ങനെ വരുവാണെങ്കിൽ അങ്ങനത്തെ ഉള്ള റിലേഷൻസിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഇക്വലൻസ് റിലേഷൻ എന്താണ്? ഒരു റിലേഷൻ സിമെട്രിക്, റിഫ്ലെക്സീവ്, ട്രാൻസിറ്റീവ്, ഇത്രയും പ്രോപ്പർട്ടീസ്, ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, അതായത് ആ പറഞ്ഞിരിക്കുന്ന റിലേഷൻ എന്തായിരിക്കണം? റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. അങ്ങനെയുള്ള റിലേഷൻസിനെയാണ് നമ്മൾ ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. A relation R on a set A is equivalent if R is reflexive, symmetric and transitive. Definition clear ആണോ? ഹലോ, അത് മൂന്നും ഒരുമിച്ച് വരുന്നതല്ലേ ഇക്വലൻസ് അതെ. റിലേഷൻ? അതായത് ഒരു റിലേഷൻ നമുക്ക് തന്നിട്ട് അത് ഇക്വലൻസ് റിലേഷൻ ആണോ എന്ന് നോക്കണമെങ്കിൽ എന്തൊക്കെ ചെക്ക് ചെയ്യണം? റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം, സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ Clear ആണോ? നമ്പേഴ്സ് വെച്ച് കാണിക്കാവോ? നമ്പേഴ്സ് വെച്ച് ഇപ്പൊ പെട്ടെന്ന് പറയുമ്പോ ഞാനിപ്പോ പെട്ടെന്നാണ് എന്നെ അസൈൻ ചെയ്തത് ഈ ക്ലാസ് എടുക്കാനായിട്ട്. അപ്പൊ ഞാൻ കൂടുതൽ എക്സാമ്പിൾസ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ, ഇപ്പൊ നോക്കിയേ, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അത് വെച്ച് ഞാൻ ഒന്ന് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കാം. R is equal to ordered pair L1, L2. Okay, നോക്കാം. Ordered pair L1, L2 such that line L1 is parallel to line L2. ഓക്കെ, എന്താ തന്നിരിക്കുന്നത്? റിലേഷൻ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? L1 is parallel to L2. ഇവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത് പാരലൽ ആണോ എന്നതാണ്. ഓക്കെ, ഒരു ലൈൻ L1 എന്ന് പറയുന്നത് എന്താ? പാരലൽ ടു L2. ഈ കണ്ടീഷൻ ആണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? ഇവിടുത്തെ റിലേഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. നോക്കാം, ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്? റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. റിഫ്ലെക്സീവ് മീൻസ് എന്താണ്? എ റിലേറ്റഡ് ടു എ ആയിരിക്കണം, അതാണല്ലോ കേസ്. ഇവിടെ നോക്കാം, ഒരു ലൈൻ എന്ന് പറഞ്ഞത് ആ ലൈനിനോട് തന്നെ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ആണോ അല്ലയോ? ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ അത് ആ ലൈനിനോട് തന്നെ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. സോ നമുക്ക് അതിൽ നിന്ന് എന്താണ്? എന്ത് ക്ലിയർ ആണ്? അത് റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടി. റിഫ്ലെക്സീവിന്റെ കണ്ടീഷൻ എന്താ? എ റിലേറ്റഡ് ടു എ ആയിരിക്കണം. ഒരു നമ്പർ അതിലേക്ക് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. ഇവിടുത്തെ കേസിൽ എന്താണ്? ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ റിലേഷൻ ആയിട്ട് പറയുന്നത് എന്താ? പാരലൽ ആണോ എന്നതാണ് ഇവിടുത്തെ റിലേഷൻ. സോ ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ ആ ലൈൻ ആ ലൈനോട് തന്നെ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. സോ ഇവിടെ എന്താണ്? ഇത് റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, അടുത്തത് എന്താണ്? സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇത് സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യുക. സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നോക്കിക്കേ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇഫ് L1 പാരലൽ ടു L2 ഉണ്ടെങ്കിൽ, അതായത് ഒരു ലൈൻ L1 എന്ന് പറയുന്നത് L2 എന്ന് പറയുന്ന ലൈനിനോട് പാരലൽ ആണെങ്കിൽ നമുക്ക് എന്ത് ക്ലിയർ ആണ്? L2 എന്ന് പറയുന്നത് L1നോട് പാരലൽ ആണെന്ന് പറയാലോ. സോ സിമെട്രിക് എന്ന് പറയുന്ന കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ട്രാൻസിറ്റീവ് ആണെങ്കിൽ നോക്കിക്കേ, ഇപ്പൊ L1 എന്ന് പറയുന്നത് പാരലൽ ടു L2 ആണ്. അതേപോലെ തന്നെ L2 പാരലൽ ടു L3 ആണെന്ന് വിചാരിക്കുക. നോക്കാം, ഇപ്പൊ ഞാൻ എടുക്കുന്ന L1 ഇതാന്ന് വിചാരിക്കുക, L2 ഇതാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? L1 പാരലൽ ടു L2, L1 പാരലൽ ടു L2 ആൻഡ് L2 പാരലൽ ടു L3 എന്നും ഉണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? ഈ പറഞ്ഞിരിക്കുന്ന L1 എന്ന് പറയുന്നത് L3നോട് പാരലൽ ആണെന്ന് പറയാലോ. ഹലോ, പറയാം. ഓക്കെ, പറയാം. സോ നമുക്ക് എന്ത് കിട്ടി? ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടി. ഓക്കെ, ലൈൻസിന്റെ കേസിൽ വെച്ച് നമ്മൾ പറഞ്ഞപ്പോൾ എന്ത് കിട്ടി? നമുക്ക് ഇത് കിട്ടി. റിഫ്ലെക്സീവ് ആണെന്നും കിട്ടി, സിമെട്രിക് ആണെന്നും കിട്ടി, ട്രാൻസിറ്റീവ് ആണെന്നും കിട്ടി. സോ ഈ പറഞ്ഞിരിക്കുന്ന റിലേഷൻ എന്താണ്? ഇക്വലൻസ് റിലേഷൻ ആണ്. ക്ലിയർ Okay. ആണോ? ഓക്കെ,
ഓക്കെ, ഇത് +2 +1 +2 ബേസിക് ആയിട്ടുള്ള ടോപ്പിക് ആണിത്. ഓക്കെ, ഇത് ക്ലിയർ ആക്കി വെക്കുക. ഇത് വളരെ സിമ്പിൾ ആണ്. റിലേഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക് നമ്മൾ കഴിഞ്ഞു. ഓക്കെ ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് ഫങ്ഷൻസ് എന്താണെന്നാണ്. ഓക്കെ, അടുത്ത ടോപ്പിക് ഫങ്ഷൻസ്. A function can have the same range mapped as that of in relation such that a set of inputs is related to exactly one output. A function f from a set A to a set B is a rule which associates each element of a set A to a unique element of set B. നോക്ക, ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇസ് എ റിലേഷൻ. ഓക്കെ, ഇവിടെയാണെങ്കിലും ഒരു ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ അത് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സെറ്റ് എയിൽ നിന്ന് വേറൊരു സെറ്റ് ബിയിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷൻ ആണ്. അതിന് കണ്ടീഷൻ ഉണ്ട്. ഇവിടുത്തെ എലമെന്റ്സ്, ഇപ്പൊ എയിലെ ഒരു എലമെന്റ് എടുക്കുകയാണെങ്കിൽ അത് ബിയിലെ എലമെന്റ് ഒരു യുണീക്ക് എലമെന്റിലേക്ക് വേണം മാപ്പ് ചെയ്യാനായിട്ട്, അതായത് റിലേറ്റഡ് ആവാനായിട്ട് അല്ലെങ്കിൽ കണക്റ്റഡ് ആവാനായിട്ട്. ഇതാണ് റിലേഷൻ. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല്, ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഒരു റിലേഷൻ ആണ്. അത് ഡിഫൈൻ ചെയ്യുന്നത് സ്മോൾ എഫ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതും ഇത് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഒരു സെറ്റ് എയിൽ നിന്ന് വേറൊരു സെറ്റ് ബിയിലേക്കാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഫംഗ്ഷൻ ഇസ് ആക്ച്വലി എ റിലേഷൻ ഫ്രം എ സെറ്റ് എ ടു ബി സച്ച് ദാറ്റ് ഈ പറഞ്ഞിരിക്കുന്ന എയിലെ ഏതെങ്കിലും ഒരു എലമെന്റ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ എടുക്കുന്നത് 1 ആണെന്ന് വിചാരിക്കാം, അതെന്ന് പറയുന്ന ബി എന്ന് പറഞ്ഞ സെറ്റിലെ ഒരു യുണീക്ക് എലമെന്റിലേക്ക് വേണം മാപ്പ് ചെയ്യാനായിട്ട്. ഹലോ, പറഞ്ഞോളൂ. ക്ലിയർ അല്ലേ? ഡെഫിനിഷൻ ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഇമേജ് എന്താന്നൊക്കെ അറിയോ? ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഡൊമൈനിൽ നിന്ന്. ഓക്കെ, ഇമേജ് അറിയില്ല അല്ലെ? ഓക്കെ, ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി, ഒരു സെറ്റ് എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ ഈ എയിലെ ഒരു എലമെന്റ് ഞാൻ സ്മോൾ എ എടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എ എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കും? സെറ്റ് ബിയിൽ ബിലോങ് ചെയ്യും. ഈ പറഞ്ഞ എഫ് ഓഫ് എനെയാണ് നമ്മൾ ഇമേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റേഞ്ച് സെറ്റിലെ ഒരു എലമെന്റ് എന്നൊക്കെ പറയാം. നിങ്ങൾക്ക് അറിയില്ലായിരിക്കുമല്ലോ ഇത്. ഇമേജ് നിങ്ങൾക്ക് അറിയില്ല, കേട്ടിട്ടില്ല? ഹലോ, ഇമേജ് പക്ഷെ ആ ടോപ്പിക് മറന്നു. ഓക്കെ, ഇമേജ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഡൊമൈൻ ഉണ്ടല്ലോ, ഇപ്പൊ സെറ്റ് എ, ആ ഡൊമൈനിലെ ഒരു എലമെന്റ് മാപ്പ് ചെയ്യുന്നത്, അതായത് എഫ് ഓഫ് എ എന്ന് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ എഫ് ഓഫ് എ എവിടെ ഉണ്ടാവും? സെറ്റ് ബിയിൽ ഉണ്ടായിരിക്കും, കോഡൊമൈനിൽ ഉണ്ടായിരിക്കും. ആ ഒരു ഫംഗ്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? എഫ് ഓഫ് എനെയാണ് നമ്മൾ ഇമേജ് എന്ന് പറയുന്നത്. ഒരു എലമെന്റിന്റെ ഇമേജ്, അതാണ് എഫ് ഓഫ് എ. അത് ആ സെറ്റ് കോഡൊമൈനിലായിരിക്കും അത് ബിലോങ് ചെയ്യുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ ഇമേജ് എന്ന് പറയുന്നത്. സോ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയും ഇമേജ് യുണീക്ക് ആയിരിക്കണം എന്ന്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു എലമെന്റ് എയിലെ ഏതെങ്കിലും ഒരു എലമെന്റ് എടുക്കുകയാണെങ്കിൽ അതിനെന്തായിരിക്കണം? ബിയോ ആയിട്ട് യുണീക്ക്ലി അത് എന്തായിരിക്കണം? റിലേറ്റഡ് ആയിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഫങ്ഷൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നോക്കാം, ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സെറ്റ് എയും സെറ്റ് ബിയും തന്നിട്ടുണ്ട്. നോക്കാം, സെറ്റ് എ ഇസ് ഡൊമൈൻ ആൻഡ് സെറ്റ് ബി ഇസ് കോഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ. നമുക്കറിയാലോ, സെറ്റ് എ എന്ന് പറയുന്നത് ഡൊമൈൻ ആയിരിക്കും. എവിടെ നിന്നാണോ നമ്മൾ മാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതാണ് നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത്. എങ്ങോട്ടേക്കാണോ നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്, അതായിരിക്കും എന്ത്? കോഡൊമൈൻ. സോ ഇവിടുത്തെ കേസിൽ എ എന്ന് പറയുന്നത് ഡൊമൈനും ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? കോഡൊമൈനും ആയിരിക്കും. Range is the set of all possible resulting values given by the function. എന്താണ് റേഞ്ച്? റേഞ്ച് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ എയിൽ നിന്ന് സെറ്റ് എയിൽ നിന്ന് ബിയിലേക്ക് മാപ്പ് ചെയ്യാണ്. ആ ബിയിലെ എല്ലാ
എന്താ ഇപ്പൊ നമ്പേഴ്സ് ആണെങ്കിൽ തന്നെ എടുത്താലും എല്ലാ നമ്പേഴ്സിലേക്കും നമ്മൾ മാപ്പ് ചെയ്യണം എന്നില്ല. ഫോർ എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിന്റെ 1, 2, 3 എക്സെട്ര. ഇവിടെ ഞാൻ 1, 2, 3, 4 എടുത്തു എന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുന്നത് 1 to 2, 2 to 3 ആണെന്ന് വിചാരിക്കുക. അതുപോലെ 3 to 1 മാപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇവിടെ നമ്മൾ റിലേഷൻസ് ഡിഫൈൻ ചെയ്യുമ്പോൾ 1ൽ നിന്ന് 2ലേക്കാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്, 2ൽ നിന്ന് 3ലേക്കും 3ൽ നിന്ന് 1ലേക്കാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ കോഡൊമൈൻ അല്ലെങ്കിൽ കോഡൊമൈൻ അല്ല, റേഞ്ച് സെറ്റ് എന്ന് പറഞ്ഞാല് എവിടേക്ക് മാത്രമാണ് ഇത് മാപ്പ് ചെയ്തേക്കുന്നത്, ഏതൊക്കെയുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കോഡൊമൈനിൽ ഏതിലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്? 1ലേക്ക്, 2ലേക്ക്, 3ലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്നു. ഈ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുള്ളൂ? റേഞ്ച് എന്ന് പറയുള്ളൂ. അതായത് ഏതിലേക്കാണ് നമ്മൾ റിസൾട്ട്, നമ്മൾ പോസിബിൾ റിലേഷൻസ് വരച്ചിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുള്ളൂ? റേഞ്ച് എന്ന് പറയുള്ളൂ. ഈ കേസിൽ 4 ഇല്ല, 4ൽ നമ്മൾ ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ അതെന്താ? ഈ പറഞ്ഞ റേഞ്ചില്, ആ പറഞ്ഞ റേഞ്ച് സെറ്റില് ഈ പറഞ്ഞ 4 എന്ന് പറയുന്ന എലമെന്റ് വരില്ല. ക്ലിയർ ആണോ? അത് ഞാൻ ഒന്നുകൂടെ പറയണോ? ആ സെറ്റ് എ ഡൊമെയിനും സെറ്റ് ബി റേഞ്ചും ഒന്നും കൂടി പറയോ? ഓക്കെ, നോക്കാം. സെറ്റ് എ തന്നേക്കുന്നത് നമുക്കൊരു വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. എക്സാമ്പിൾ തന്നെ ഓക്കെ നോക്കി, ഇതിന് ഞാൻ 1, ഫസ്റ്റ് പോയിന്റ് ഞാൻ 1 എന്ന് കൊടുത്തു, സെക്കൻഡ് ഞാൻ 2 എന്ന് കൊടുത്തു. ഇത് 3 ആണെന്ന് വിചാരിക്കുക, അടുത്ത 4 ആണെന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ എടുക്കുന്നത് എ, ബി, സി, ഡി ആണെന്ന് വിചാരിക്കുക. ഈ സെറ്റിൽ പറയുകയാണെങ്കിൽ എല്ലാം റിലേറ്റഡ് ആണ്. സോ നമുക്ക് റേഞ്ച് സെറ്റ് എന്ന് പറയാം. നോക്കാം, ഞാൻ പറയാം നിങ്ങൾക്ക്. നോക്കി, 1 ഇവിടെ റിലേറ്റഡ് ടു എങ്ങോട്ടേക്കാണ്? ഡിയിലേക്കാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. 2 ഏതിലേക്കാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്? എയിലേക്കാണ്. 3 ഏതിലേക്കാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്? സിയിലേക്ക്. 4 ഏതിലേക്കാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്? ബിയിലേക്ക്. സോ ഈ റിലേഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ലേ കോഡൊമൈനിൽ? അപ്പൊ റിലേറ്റഡ് ആയിട്ട് വരുന്ന ആ സെറ്റ്, ഈ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഞ്ച് എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ ഇവിടെ ഒരു എലമെന്റും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന കോഡൊമൈനിൽ ഒരു എലമെന്റും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ ഈ എലമെന്റിലേക്ക് സെറ്റ് എയിൽ നിന്ന് ഒരു റിലേഷൻ പോലും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നില്ല. ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇല്ല. അപ്പോ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഇവിടത്തെ റേഞ്ച് സെറ്റ് എന്ന് പറയുന്നത് എ, ബി, സി, ഡി ആയിരിക്കും. ഈ പോയിന്റിന് ഞാൻ ഇ എന്ന് കൊടുത്തെന്ന് വിചാരിക്കാം. ഈ ഇ എന്ന് പറയുന്നത് നമ്മുടെ റേഞ്ച് സെറ്റിൽ ഉണ്ടാവില്ല. കാരണം എങ്ങോട്ടേക്ക്? ഈ എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് ബിയിലേക്ക് ആരൊക്കെ മാപ്പ് ചെയ്യുന്നു, ആ മാപ്പ് ചെയ്യുന്ന എലമെന്റ്സിനെ മാത്രമേ നമ്മൾ എവിടെ പെടുത്തുള്ളൂ? റേഞ്ച് സെറ്റിൽ പെടുത്തുകയുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, നോക്കാം. For example, x square is a function where values of x will be the domain and value given by x square is the range. X square is a function where the value of x will be the domain and the value given by x square is the range. നോക്കാം, ഇവിടെ പറഞ്ഞതനുസരിച്ച് നമ്മൾ എടുക്കുന്ന എക്സ്, ഇപ്പൊ എക്സ് ആയിട്ട് ഞാൻ എടുക്കുന്ന 1, 2, 3, 4, ഇത് ഞാൻ സെറ്റ് എ ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടുത്തെ മാപ്പിംഗ് പറഞ്ഞിരിക്കുന്നത് എക്സ് സ്ക്വയറിലേക്ക് വേണം ഇവിടുത്തെ ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട്. ഇപ്പൊ ഞാൻ ഇവിടെ എടുക്കുന്നത് 1, 2, 3, 4, 5, 6 ഇങ്ങനെ കളക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഇവിടുത്തെ റിലേഷൻ എന്താണ്? നമുക്ക് എന്താണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്? എക്സ് സ്ക്വയർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോ എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ റിലേഷൻ പറയുന്നത് എന്താ? എക്സ് സ്ക്വയർ ആയിരിക്കണം. അതായത് എന്താ? എയിൽ ഒരു എലമെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഇമേജ് എന്തായിരിക്കണം? അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്തായിരിക്കണം? ആ പറഞ്ഞിരിക്കുന്ന എലമെന്റിന്റെ സ്ക്വയർ ആയിരിക്കണം. ഇപ്പൊ 1ന്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? 1 അല്ലേ?
അപ്പൊ 1 എന്തിലേട്ട് റിലേറ്റഡ് ആയിരിക്കും? 1ലേട്ട്. ഇനി 2ന്റെ സ്ക്വയർ എടുത്തു, എത്രയാ? 4 അല്ലേ? അപ്പൊ 2 ആരോട് റിലേറ്റഡ് ആയിരിക്കും? 4നോട്. ഇനി 3യുടെ സ്ക്വയർ എടുത്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? 9 ആണ്. ഇപ്പൊ 9 ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, 9ലേട്ട് അത് റിലേറ്റഡ് ആയിരിക്കും. 4ന്റെ സ്ക്വയർ എന്താ? 16 ആണല്ലോ. അപ്പൊ ഇങ്ങനെ നമുക്ക് റിലേഷൻസ് പറയാൻ പറ്റുന്നുണ്ടല്ലോ. ഹലോ, മേഡം ഒന്നും കൂടി പറയാ. നമ്മൾ ഇവിടെ ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നത് x² എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻ ആണ്, അതായത് ഒരു കണക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആണ്. സോ നമ്മൾ എ ആയിട്ട് എടുക്കുന്നത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 എക്സെട്ര. അതേപോലെ ബി എടുക്കുന്നത് ഞാൻ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ സെറ്റ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ എന്താ? x² ആയിരിക്കണം. അതായത് എ എന്ന് പറഞ്ഞിരിക്കുന്ന സെറ്റിലെ ഒരു എലമെന്റ് എക്സ് ഞാൻ എടുത്തു എന്ന് വിചാരിക്കുക. എക്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഇമേജ് എന്തായിരിക്കണം? അത് ആ എലമെന്റിന്റെ സ്ക്വയർ ആയിരിക്കണം. സോ നമ്മൾ ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ 1 എന്ന് പറഞ്ഞ എലമെന്റ് എയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കണം കിട്ടേണ്ടത്? 1ന്റെ സ്ക്വയർ ആയിരിക്കണം. അതിലേട്ടായിരിക്കണം എന്ത്? റിലേറ്റഡ് ആവണ്ടേ. ഇപ്പൊ 1ന്റെ സ്ക്വയർ എന്താ? 1 തന്നെ. ഇനി അടുത്ത എലമെന്റ് 2 എടുത്തു. 2 എടുക്കുകയാണെങ്കിൽ 2ന്റെ സ്ക്വയർ എന്താ? 4. സോ 4ലേട്ടായിരിക്കണം ഈ പറഞ്ഞിരിക്കുന്ന 2 റിലേറ്റഡ് ആവേണ്ടത്. അതേപോലെ അടുത്ത എലമെന്റ് 3 എടുത്തു. എവിടെ നിന്ന്? എയിൽ നിന്ന്. സോ അതിന്റെ സ്ക്വയർ എന്താ? 9. അപ്പോ ഈ പറഞ്ഞ 3 എന്ന് പറയുന്നത് 9നോട് റിലേറ്റഡ് ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ അത്? ഹലോ ഹലോ, ക്ലിയർ ആയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ റേഞ്ച് സെറ്റ് പറയാൻ പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാം? ഈ ബിയിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെ? 1 ഉണ്ട്, 4 ഉണ്ട്, 9 ഉണ്ട്, 16 ഉണ്ട്, അങ്ങനെ എക്സെട്ര. സ്ക്വയേഴ്സ് മാത്രമായിരിക്കും എവിടെ വരുള്ളൂ? റേഞ്ച് സെറ്റിൽ വരുള്ളൂ. ക്ലിയർ അല്ലേ? ഹലോ, അപ്പൊ കോഡൊമെയിൻ എന്ന് പറയുമ്പോൾ അതിനകത്തിലെ ബാക്കിയുള്ള നമ്പേഴ്സ് ആണോ? കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ സെറ്റ് ബിനെ തന്നെ, ഫുൾ സെറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡൊമെയിൻ. ഈ കോഡൊമെയിന്റെ സബ്സെറ്റ് ആണ് എന്ത്? റേഞ്ച് സെറ്റ് എന്ന് പറഞ്ഞ. റേഞ്ച് സെറ്റ് എന്ന് പറഞ്ഞാൽ ആ മാപ്പ് ചെയ്യുന്ന എലമെന്റ്സിനെ മാത്രമേ ആ സെറ്റിനുള്ളിൽ നമ്മൾ പെടുത്തുള്ളൂ. എങ്ങനെ? നോക്കുക, ഈ പറഞ്ഞിരിക്കുന്ന ഈ എക്സാമ്പിളിൽ തന്നെ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഇതെന്താ? ബി. ഈ ബി എന്ന് പറഞ്ഞ സെറ്റ് എന്താ? അതിനെ മൊത്തത്തിൽ നമ്മൾ പറയുന്നത് കോഡൊമെയിൻ എന്നാണ്. ഈ റേഞ്ച് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ 4 വരെയുള്ള കേസ് എടുക്കുന്നത്. പറയുവാണെങ്കിൽ 1 4 9 4 9 16 16 അത്രയും എലമെന്റ്സേ റേഞ്ചിലുള്ളൂ. ഈ റേഞ്ച് ആക്ച്വലി ആരുടെ സബ്സെറ്റാ? റേഞ്ച് ആക്ച്വലി ആരുടെ സബ്സെറ്റാ? ബിയുടെ സബ്സെറ്റ് അല്ലേ? നിങ്ങൾ സബ്സെറ്റ് എന്താന്ന് പഠിച്ചിട്ടില്ല? സെറ്റ് പഠിച്ചപ്പോ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഈ പറഞ്ഞ റേഞ്ച് സെറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ആരുടെ സബ്സെറ്റാ? കോഡൊമെയിന്റെ സബ്സെറ്റ് ആണ്. ഈ പറഞ്ഞ റേഞ്ച് സെറ്റ് എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതെ. ഓക്കെ. ഓക്കെ, നോക്കാം. ഇനി അടുത്ത് പറയുന്നത് നമ്മൾ റിലേഷൻസിൽ പല ടൈപ്പ് ഓഫ് റിലേഷൻസ് പഠിച്ചു. അതേപോലെ അടുത്തത് ഫംഗ്ഷൻസിനും പല ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ നോക്കിക്കേ, 1 ഫംഗ്ഷൻ. A function f from a set A to a set B is called a 1 function if no two distinct elements of A have the same image in B. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഫംഗ്ഷൻ f from A to B, അതിനെ നമുക്ക് 1 എന്ന് പറയണമെങ്കിൽ no two distinct elements of A, എയിലെ ഏത് 2 ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് എടുത്താലും അതിന് സെയിം ഇമേജ് എന്താ വരാൻ പാടില്ല. ഓക്കെ, ഏത് 2 സെറ്റ് എയിലെ ഇപ്പൊ നമ്മൾ സെറ്റ് നോക്കാം. ഇതിപ്പോ എ, ഇത് ബി, ഇത് സെറ്റ് എ ആന്ന് വിചാരിക്കാം. സെറ്റ് ബി ഇത് 1 2 ആണെന്ന് എടുക്കാം. ഇനി നോക്കാം, എയും ബിയും ഡിസ്റ്റിങ്ക്ട് ആണ് എന്ന് നമ്മൾ എടുക്കുകയാണ് കേട്ടോ. അസ്യൂം ചെയ്യുക എയും ബിയും ഡിസ്റ്റിങ്ക്ട് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് റിലേറ്റ് ചെയ്യുന്നത് ബിയിലെ മീൻസ് 1ലേക്കാണ്. അതുപോലെ ബി
റിലേറ്റ് ചെയ്യുന്നത് 1 ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരുന്നതല്ലാത്ത ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുള്ളൂ? 1 എന്ന് പറയുള്ളൂ. അതായത് നമ്മൾ മാപ്പ് ചെയ്യുന്നത് എന്തായിരിക്കണം? ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് മാപ്പ് ചെയ്യുന്നത് ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സിലേക്ക് ആയിരിക്കണം. അതായത് ഡിഫറെന്റ് എലമെന്റ്സ് ഷുഡ് ബി മാപ്ഡ് ഇൻ ടു ഡിഫറെന്റ് എലമെന്റ്സ്. അതായത് എ റിലേറ്റഡ് ടു ബി 1 ആയിരിക്കണം, ബി റിലേറ്റഡ് ടു 2 ആയിരിക്കണം. ഈ ബി റിലേറ്റഡ് ടു 1 ആയി കഴിഞ്ഞാൽ അതെന്തായി? 1-1 റിലേഷൻ ആവില്ല. അതായത് ഓരോ എലമെന്റിനും നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ഇമേജസ് വേണം കിട്ടാനായിട്ട്. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ 1-1 എന്ന് പറയുള്ളൂ. അതായത് രണ്ട് എലമെന്റ്സിന് സെയിം ഇമേജ് പാടില്ല. അതായത് രണ്ട് ഡിഫറെന്റ് എലമെന്റ്സ് എടുക്കുകയാണെങ്കിൽ അത് ഒരേ നമ്പറിലേക്ക് മാപ്പ് ചെയ്യാൻ പാടില്ല. ക്ലിയർ ആണോ? മനസ്സിലായി. ഓക്കെ, ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1-1 എന്ന് പറയുന്നത്. അപ്പോ ഒരു സെറ്റിലെ ഡിഫറെന്റ് എലമെന്റ്സ്, ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള രണ്ട് എലമെന്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ എലമെന്റ് സെറ്റ് ബിയിലെ വേറൊരു എലമെന്റ് ഒരു സെയിം എലമെന്റിലേക്ക് മാപ്പ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ 1-1 എന്ന് പറയുന്നത്. നോക്കാം, മാത്തമാറ്റിക്കലി എ ഫംഗ്ഷൻ എഫ് ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി ഇഫ് f of x is equal to f of y implies that x equal to y for all x, y belongs to a. അതായത് നിങ്ങൾ ഹയർ ക്ലാസ്സസിലൊക്കെ ആണെങ്കിലും ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് 1-1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയാനാണെങ്കിൽ ഒരു കണ്ടീഷൻ നോക്കുന്നത് രണ്ട് എലമെന്റ്സും ഡിസ്റ്റിങ്ക്ട് ആണെങ്കിൽ നോക്കാം. ഇപ്പൊ ഞാൻ എടുക്കുന്നത് എക്സും വൈയും, എക്സാമ്പിൾ പറയാണ്, എക്സും വൈയും ഡിസ്റ്റിങ്ക്ട് ആണ് എന്ന് വിചാരിക്കുക. അതായത് നോട്ട് ഈക്വൽ എന്ന് വെച്ചാൽ അത് രണ്ടും ഡിഫറെന്റ് ആയിരിക്കൂലേ. അപ്പൊ നോട്ട് ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇമേജും എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് പറയാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ 1-1 എന്ന് പറയുന്നത്. ഇതിന് വേറൊരു റിസൾട്ടും കൂടെ ഉണ്ട്. അതായത് തിരിച്ച്, അതായത് എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ നോക്കാം, ഒരു നമ്പർ വേറൊരു നമ്പർ കൊടുത്തു, അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഇമേജസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ. ഇങ്ങനെ വരുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? 1-1 ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഇതിപ്പോ എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് എലമെന്റ്സ് എടുക്കുന്നത് എന്തായിരിക്കണം? സെയിം ആണെങ്കിൽ അതിന്റെ ഇമേജസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി നമ്മൾ ചൂസ് ചെയ്യുന്ന രണ്ട് എലമെന്റ്സ് ഡിസ്റ്റിങ്ക്ട് ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്പേഴ്സ് ആണ് എടുക്കണേന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മൾ എടുക്കുന്ന നമ്പേഴ്സ് രണ്ടും സെയിം ആണെങ്കിൽ അതിന്റെ ഇമേജ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇനി നമ്മൾ എടുക്കുന്ന രണ്ട് എലമെന്റ്സ് ഡിസ്റ്റിങ്ക്ട് ആണ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആണെങ്കിൽ അവരുടെ ഇമേജസ് എന്തായിരിക്കണം? അതും ഡിഫറെന്റ് ആയിരിക്കണം. ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1-1 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കണ്ടീഷൻസിൽ ഏത് വേണമെങ്കിലും എടുത്തിട്ട് യൂസ് ചെയ്ത് 1-1 ആണോ എന്ന് ചെക്ക് ചെയ്യാം. രണ്ടും ഇക്വലന്റ് ആണ്, രണ്ടും സിമിലർ ഇക്വലന്റ് ആണ്, അല്ലെങ്കിൽ എന്താ പറയാ, രണ്ടും സെയിം ആണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ സിമിലർ ആണ് അല്ലെങ്കിൽ ഇക്വലന്റ് ആണെന്നാണ് അതിനെ നമ്മൾ മാത്തമാറ്റിക്കലി പറയാറ്. അത് ക്ലിയർ ആണോ? ഇപ്പൊ മുകളിലത്തെ സെറ്റ് എയും ബിയും എടുത്താൽ അത് 1-2 അല്ലേ? അല്ല 1-1 അല്ലേ? നോക്കട്ടെ, 1-1 അതെ 1-1 ആണ്. അപ്പൊ ആ സെറ്റ് ബിയിൽ ഒരു ഡോട്ടും കൂടെ എക്സ്ട്രാ വന്നായിരുന്നെങ്കിൽ ഇത് 1-1 ആവുമോ? ഫങ്ഷൻസ് നമ്മൾ പറയുമ്പോൾ അത് 1-1 ആവാം. നമ്മൾ ഫങ്ഷൻസ് പറയുമ്പോൾ ഡൊമൈനിലെ എല്ലാ എലമെന്റ്സും മാപ്പ് ചെയ്യണം എന്നേ പറയുന്നുള്ളൂ. കോഡൊമൈനിൽ റിലേറ്റഡ് അല്ലെങ്കിലും അത് കുഴപ്പമില്ല. നമ്മൾ നോക്കേണ്ടത് നമ്മൾ എടുക്കുന്ന ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സിന് സെയിം ഇമേജ് വരുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. രണ്ട് ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ആണ് എടുക്കുന്നതെങ്കിൽ അതിന് സെയിം ഇമേജസ് പാടില്ല. മനസ്സിലായി? ഓക്കെ. ഈ 1-1 ഫംഗ്ഷൻസിനെ നമ്മൾ എന്തും പറയും? ഇൻജക്റ്റീവ് ഫംഗ്ഷൻസ് എന്നും പറയും. ഇൻജക്റ്റീവ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിനൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്താന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ അതെന്താ? 1-1 തന്നെയാണ്. ഇപ്പൊ 1-1ന്റെ ഡെഫിനേഷൻ എഴുതാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മള് ഈ ഒരു സാധനം വരച്ചു വെച്ച മാർക്ക് തരുമോ? വരച്ചിട്ട് മാത്രം കാര്യമില്ല, ഡിഫൈൻ ചെയ്ത് എഴുതണം. എന്നിട്ട് അതിന്റെ കൂടെ എക്സാമ്പിളും കൂടെ പറയണം.
ഒരു പ്രോപ്പർ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു തരാണെങ്കിൽ അതിന്റെ ഡെഫിനേഷൻ പ്രോപ്പർ ആയിട്ട് എഴുതുക, ദെൻ ഒരു എക്സാമ്പിളും കൂടെ എഴുതുക. ഓക്കെ. ഓക്കെ ഓക്കെ 1 ഫംഗ്ഷൻസിന് നമ്മൾ എന്തും പറയും, ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്നും പറയാറുണ്ട്. എക്സാമ്പിൾ നോക്കാം. ഇഫ് എ ഫംഗ്ഷൻ f from a set of real numbers to a set of real numbers, then f of x is equal to 2x is 1 function. Okay, 1 function. നമ്മൾ റിയൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ ഏതൊക്കെ എലമെന്റ്സ് വരും? ഇവിടെ നോക്കുക, ഇപ്പൊ ഞാൻ എടുക്കുന്നത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തേക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x ആയിരിക്കും. ഇപ്പൊ ഞാൻ എടുക്കുന്ന 1 2 3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാ? എക്സ് എന്ന് പറഞ്ഞ എലമെന്റ് നമ്മൾ എയിൽ നിന്ന് എടുക്കുവാണെങ്കിൽ അതിന്റെ ഇമേജ് എന്തായിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്? 2 ഇൻറ്റു എക്സ് ആയിരിക്കും. അതായത് മൾട്ടിപ്പിൾ വേണം, എന്താ 2 ഇൻറ്റു ആ ഒരു നമ്പർ വേണം നമുക്ക് ഇമേജ് ആയിട്ട് കിട്ടാൻ. അപ്പൊ ഇവിടുത്തെ ഫംഗ്ഷൻ എന്തായിരിക്കും? 1 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് നമുക്ക്? 2 അല്ലേ കിട്ടുന്നത്. സോ 1 റിലേറ്റഡ് ടു എന്തായിരിക്കണം? 2 ഇനി അടുത്ത എലമെന്റ് എടുത്തു, 2 എടുത്തു. നമ്മുടെ റിലേഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 ഇൻറ്റു എക്സ് എന്നായിരിക്കണം. ഇവിടുത്തെ കേസിലെ എക്സ് എന്താ? 2 ആണ്. സോ 2 ഇൻറ്റു 2 എന്ത് കിട്ടും? 4. അപ്പൊ ഇത് റിലേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടേക്ക് ആയിരിക്കണം? 4 ആയിരിക്കണം. അടുത്ത എലമെന്റ് എടുക്കുകയാണ്, 3 എടുത്തു. 3 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 6. ഓക്കെ, ഇങ്ങനെയാണ് ഇവിടുത്തെ കേസിലെ റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇവിടെ ഓരോന്നും നോക്കി, 1 എന്ന് പറയുന്നത് ഒരു എലമെന്റ്, അത് എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്തേക്കുന്നത്? 2 2 എന്ന് പറയുന്നത് എന്താ? അടുത്ത നോക്കുക, ഈ പറഞ്ഞിരിക്കുന്ന 2 എന്താ? 1 ഈക്വൽ അല്ല. സോ അത് ഡിസ്റ്റിങ്ക്ട് ആണ്. ഡിസ്റ്റിങ്ക്ട് എലമെന്റ് ആയിട്ടുള്ള 2 നമ്മൾ എടുത്തു. അത് എവിടെയായിട്ടാ മാപ്പ് ചെയ്യുന്നേക്കുന്നത്? 4 ഈ പറഞ്ഞിരിക്കുന്ന 2 എന്ന് പറയുന്നത് 2 തന്നെയല്ലല്ലോ മാപ്പ് ചെയ്തേക്കുന്നത്. ഈ പറഞ്ഞ 2 എന്ന് പറയുന്നത് എവിടെയായിട്ടാണ് മാപ്പ് ചെയ്തേക്കുന്നത്? 4 മാപ്പ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ സെറ്റിലെ ഏതൊരു, ഈ പറഞ്ഞ എ എന്ന് പറഞ്ഞ സെറ്റിലെ ഏതൊരു എലമെന്റ് എടുത്താലും ബി എന്ന് പറഞ്ഞ സെറ്റിലെ ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സിലേക്കാണ് ഇത് മാപ്പ് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? 1 ആണ്. ക്ലിയർ ആണോ? അതായത് ഡിഫറെന്റ് എലമെന്റ്സ് എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ? ഡിഫറെന്റ് എലമെന്റ്സിലേക്ക് മാത്രമേ മാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ക്ലിയർ ആണോ? ഡിഫറെന്റ് എലമെന്റ്സ് കോമൺ ആയിട്ട് മാപ്പ് ചെയ്താൽ എന്താവും? ഡിഫറെന്റ് എലമെന്റ്സ് കോമൺ ആയിട്ട് മാപ്പ് ചെയ്താൽ അതിനെ നമ്മൾ 1 എന്ന് പറയില്ല. അങ്ങനെ വരില്ലേ? അത് അങ്ങനെ വരില്ലേ? അത് നമ്മൾ ഓരോ ഫംഗ്ഷൻസിന് നമ്മൾ എന്താ പല ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. ഇപ്പൊ ഡിഫറെന്റ് എലമെന്റ്സിലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുള്ളൂ? 1 എന്ന് പറയുള്ളൂ. ക്ലിയർ ആണോ? ആ, ക്ലിയർ. ഓക്കെ ഓക്കെ അടുത്ത നോക്കുക, ഓൺ ടു ഫംഗ്ഷൻ. A function f from a set A to a set B is called onto function if each element of set B has a pre-image in set A or range of function f is equal to the codomain that is set B. എന്താണ് പ്രീ ഇമേജ്? ഞാൻ ഇമേജ് എന്താന്ന് പറഞ്ഞു. പ്രീ ഇമേജ് എന്താ അറിയോ? ഹലോ, ഇല്ല. പ്രീ ഇമേജ് അറിയില്ല? നോക്ക, ഇപ്പൊ ഞാൻ എടുക്കുന്ന സെറ്റ് എ എന്ന് പറയുന്നത് എ ബി സി ആണെന്ന് വിചാരിക്കുക. സെറ്റ് ബി ആയിട്ട് ഞാൻ എടുക്കുന്നത് 1 2 3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ റിലേറ്റഡ് ടു ബി, ഞാൻ ഇവിടെ റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. ഇങ്ങനെയാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ എ റിലേറ്റഡ് ടു 1 ആണ്, അതായത് ഫംഗ്ഷൻ അല്ലേ. ഇപ്പൊ എഫ് ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? ഇമേജ് കിട്ടിയേക്കുന്നത് എന്താ? 1 ആണ്. ഈ പറഞ്ഞിരിക്കുന്ന 1 ശരിക്കും ഏത് മാപ്പ് ചെയ്തപ്പോഴാണ് കിട്ടിയത്? എ മാപ്പ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. അപ്പൊ 1ന്റെ പ്രീ ഇമേജ് ആണ് എ എന്നാണ് നമ്മൾ പറയുള്ളൂ. നമ്മൾ ഇമേജ് പറയുമ്പോ എന്താ? എയുടെ ഇമേജ് ആണ് 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? തിരിച്ചു പറയാം. എന്ത്? 1ന്റെ പ്രീ ഇമേജ് ആണ് എന്ത്? എ. ഇതുപോലെ നോക്കിക്കേ,
ബിയുടെ ഇമേജ് ആണ് എന്ത് 2. ന്റെ പ്രീ ഇമേജ് ആണ് ഹലോ കേൾക്കുന്നുണ്ട്. ഇത് ക്ലിയർ ആണോ? ഹലോ ഒന്നും കൂടി പറയൂ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇപ്പൊ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാ, ഒരു സെറ്റ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ ആണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പൊ നോക്കി, ഞാൻ എടുക്കുന്ന ഫംഗ്ഷൻ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സി നിന്ന് 3യിലേക്ക് ഒരു റിലേഷൻ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മീനിങ് എന്താ? എ എന്ന് ആണോ? അത് കോൾ എടുക്ക വരുന്നത് അതിന്റെയാണ്. ഓക്കെ, നോക്ക, 1 എന്ന് പറയുന്നത് റിലേറ്റഡ് ടു എ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു 1 എന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിന്റെ മീനിങ് എന്താ? എയുടെ ഇമേജ് ആണ് എന്ത് 1. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ അതെന്താണ്? 1 ആയിരിക്കും. അപ്പൊ നമുക്ക് തിരിച്ചെന്ത് പറയാം? 1ന്റെ പ്രീ ഇമേജ് ആണ് എന്ത് എ എന്ന് പറയാം. ഇനി അടുത്തതെടുത്തു, ബിയുടെ കേസ്. ബിയുടെ ഇമേജ് ഏതാ? 2 ആണ്. അതായത് എഫ് ഓഫ് ബി ആണ് എന്ത് 2 എന്ന് പറയുന്നത്. സോ നമുക്ക് തിരിച്ചെന്ത് പറയാം? 2ന്റെ പ്രീ ഇമേജ് ആണ് എന്ത് ബി. ഇതേപോലെ നോക്കിക്കേ, സി എന്ന് പറയുന്ന എലമെന്റ് അതിന്റെ ഇമേജ് ആണ് 3 എന്ന് പറഞ്ഞാല്, അതായത് എഫ് ഓഫ് സി എന്താണ്? 3 ആണ്. സോ നമുക്ക് തിരിച്ചെന്ത് പറയാം? 3യുടെ പ്രീ ഇമേജ് ആണ് എന്ത് സി എന്ന് പറയാം. ക്ലിയർ ആണോ? ഹലോ അപ്പൊ ഒരു എ ബി സിയുടെ ഇമേജ് 1 2 3യും 1 2 3യുടെ പ്രീ ഇമേജ് എ ബി സിയും. അങ്ങനെയല്ല, ഓരോ എലമെന്റിന്റെ വെച്ച് വേണം നമ്മൾ ഇമേജ് പറയാൻ. ഇമേജ് എയുടെ ഇമേജ് ആണ് എന്ത് 1. അതെ, എയുടെ ഇമേജ് ആണ് എന്ത് 1. അപ്പൊ 1 എന്തിനോട്ട് പ്രീ ഇമേജ് എന്തായിരിക്കും? 1ന്റെ എ ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഇത് നിങ്ങൾ +2 ക്ലിയർ ആയിട്ട് പഠിക്കുന്നതല്ലേ? ഓക്കെ, ഇത് ക്ലിയർ ആയിട്ട് +2 പഠിക്കുന്ന കാര്യമാണിത്. ഇത് നന്നായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എ ഫംഗ്ഷൻ എഫ് ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി ഇസ് കോൾഡ് ഓൺ ടു ഇഫ് ഈച്ച് എലമെന്റ് ഓഫ് എ സെറ്റ് ബി ഹാസ് എ പ്രീ ഇമേജ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ബിയിലെ ഏതൊരു എലമെന്റ് എടുത്താലും അതിന് എന്തുണ്ടായിരിക്കണം? പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. എവിടെയിട്ട്? എയിലേട്ട്. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഓൺ ടു എന്ന് പറയുന്നത്. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ ഇപ്പൊ പറയാനാണെങ്കിൽ നോക്കാം. ജസ്റ്റ് ഇപ്പോ ഇത് എ ബി സി ഇതുപോലെ തന്നെ എടുത്തു. 1 2 3. ഇങ്ങനെ എടുത്തു എന്ന് വിചാരിക്കാം. നോക്കി, ഈ സെറ്റിലെ, അതായത് ഈ ബിയിലെ എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജസ് നമുക്ക് പറയാൻ പറ്റുന്നില്ലേ? അതായത് എ റിലേറ്റഡ് ടു 1 ആവുമ്പോ എന്താ? 1 ഈസ് എ പ്രീ ഇമേജ് ഓഫ് എ എന്ന് പറയാം. ബി റിലേറ്റഡ് ടു എന്താണ്? 3 ആണ്. അതായത് ബി എന്ന് പറയുന്നതിന്റെ ഇമേജ് ആണ് 3. സോ നമുക്ക് എന്ത് പറയാം? 3യുടെ പ്രീ ഇമേജ് ആണ് ബി എന്ന് പറയാം. അതേപോലെ നോക്കിക്കേ, സിയുടെ ഇമേജ് ആണ് 2. സോ നമുക്ക് എന്ത് പറയാം? 2 എന്ന് പറയുന്നത് 2ന്റെ പ്രീ ഇമേജ് ഏതാ? സി ആണെന്ന് പറയാം. സോ ഈ പറയുന്ന ബിയിലെ എല്ലാ എലമെന്റ്സിലും എന്തുണ്ട്? പ്രീ ഇമേജസ് ഉണ്ട്. സോ അങ്ങനെ ഓരോ എലമെന്റ്സിലും, ബിയിലെ എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജസ് നമുക്ക് എയിൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സർജക്റ്റീവ് ഫംഗ്ഷൻ എന്നും കൂടെ പറയും. ക്ലിയർ ആണോ? ഹലോ ഫംഗ്ഷനെയാണോ സർജക്റ്റീവ്? ഓൺ ടു ഫംഗ്ഷനെയാണ് നമ്മൾ സർജക്റ്റീവ് എന്ന് പറയുന്നത്. വൺ ഫംഗ്ഷനെ നമ്മൾ എന്ത് പറഞ്ഞു? ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അതേപോലെ ഓൺ ടു ഫംഗ്ഷനെ നമ്മൾ പറയുന്ന പേരാണ് സർജക്റ്റീവ് എന്ന്. ഓക്കെ, ഓക്കെ ആണോ? ഹലോ, ഓക്കെ അല്ലേ? ഹലോ, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ
ഇനി നമ്മൾ പറയുന്നത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1 1 ഓൺ 2 ആയിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ബൈജക്റ്റീവ് എന്ന് പറയുന്നത്. Okay, a function f from a set A to a set B is called a bijective function if it is both 1 1 function and on 2 function. ഒരു ഫംഗ്ഷൻ 1 1 ഉം on 2 ആണെങ്കിൽ 1 1 എന്ന് പറഞ്ഞാൽ എന്താ, ഡിഫറെന്റ് എലമെന്റ്സിന് ഡിഫറെന്റ് ഇമേജസ് കിട്ടണം, അതാണ് 1 1. on 2 എന്താ, on 2 എന്ന് പറഞ്ഞാൽ സെറ്റ് ബിയിലെ അതായത് കോഡൊമൈനിലെ എല്ലാ എലമെന്റ്സിനും എന്ത് വേണം, പ്രീ ഇമേജസ് ഉണ്ടായിരിക്കണം. സോ ഇത് രണ്ടും വരുന്ന റിലേഷൻസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ Okay. ഓൺടൂവിന് ഇപ്പൊ ഓൺടൂവിലെ ആദ്യത്തെ സെറ്റിനകത്തില് 2 എണ്ണം, രണ്ടാമത്തെ അതിൽ 3 എണ്ണം ആണെങ്കിൽ ഈ 2 എണ്ണത്തിൽ നിന്ന് 3 എണ്ണത്തിലോട്ട് മൊത്തം ഇങ്ങനെ വരയ്ക്കണോ? ഇപ്പൊ നോക്കാം, ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു സെറ്റ് 1 2 എടുത്തു എ ആയിട്ട്. ഇതിൽ നിന്ന് ഞാൻ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ എ ബി സി ഇങ്ങനെ തന്നെ എടുത്തു വിചാരിക്കുക. 1 റിലേറ്റഡ് ടു എ ആയിട്ട് എടുത്തു, 2 റിലേറ്റഡ് ടു ബി, 1 റിലേറ്റഡ് ടു ഞാൻ സി എന്ന് എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇത് 1 1 ആണോ? 1 1 ആവണമെങ്കിൽ ഡിഫറെന്റ് എലമെന്റ്സിന് എന്തായിരിക്കണം, ഡിഫറെന്റ് ഇമേജസ് വേണം. ഇപ്പോ 1ന് എ എന്ന് പറയുന്ന ഇമേജും ഉണ്ട്, അതേപോലെ സി എന്ന് പറയുന്ന ഇമേജും ഉണ്ട്. 2ന് ബി എന്ന് പറയുന്ന ഇമേജേ ഉള്ളൂ. ഈ 1നും 2നും കോമൺ ആയിട്ട് ഇമേജസ് ഒന്നുമില്ല, അല്ലേ? ഹലോ, അതെ. അതെ. അപ്പൊ ഇതെന്താണ്, 1 1 ആണ്. ഓക്കെ, ഇനി ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓൺ 2 ആണെങ്കിൽ എന്താ നോക്കി, സെറ്റ് ബിയിലെ എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് പറയാൻ പറ്റില്ലേ? എക്ക് 1 എന്ന് പറയുന്ന പ്രീ ഇമേജ് ഉണ്ട്, ബിക്ക് ആണെങ്കിൽ 2 എന്ന് പറയുന്ന പ്രീ ഇമേജ് ഉണ്ട്, സിക്ക് ആണെങ്കിൽ 1 എന്ന് പറയുന്ന പ്രീ ഇമേജ് ഉണ്ട്. സോ ഈ പറഞ്ഞ സെറ്റ് എന്താണ്, ഓൺ 2 ആണ്. സോ 1 1 ആണ്, ഓൺ 2 ആണ്, അല്ലേ? അപ്പൊ ഇതെന്താണ്, ബൈജക്റ്റീവ് ആണ്. ഓക്കെ, മനസ്സിലായി. മനസ്സിലായി. ഓക്കെ, അപ്പൊ അതിനും എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്താലല്ലേ എഫക്റ്റീവ് ആവൂ എന്ന് പറഞ്ഞാൽ ഞാനല്ല ഈ PPT ഉണ്ടാക്കിയത്. നോക്ക, ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ, 1 1 ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം. ഞാൻ ഇപ്പൊ ഡിഫൈൻ ചെയ്തതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് ആ എക്സാമ്പിൾ ഒന്നും കൂടെ പറഞ്ഞു തരണോ? 1 1 എന്ന് പറഞ്ഞാൽ എന്താ, ഡിഫറെന്റ് എലമെന്റ്സിന് ഡിഫറെന്റ് ഇമേജസ് വേണം. ഓൺ 2 എന്ന് പറഞ്ഞാൽ എന്താ, ബി എന്ന് പറഞ്ഞ അതായത് കോഡൊമൈൻ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും എന്തായിരിക്കണം, പ്രീ ഇമേജസ് ഉണ്ടാവണം. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ബൈജക്റ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പറയുന്നത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ ആൻഡ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ. നോക്കാം, കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ. ലെറ്റ് എഫ് ഫ്രം A to B and G from B to C, then the composite of G and F written as G composition F is a function from A to C such that G composition F of A equal to G of F of A for all A element of A. നോക്ക, എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇനി പറയാൻ പോകുന്നത് കോമ്പോസിഷൻ ഫംഗ്ഷൻ എന്താന്ന്. നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. എഫ് എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്, എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ എഫ് തന്നിട്ടുണ്ട്, അതേപോലെ ബിയിൽ നിന്ന് സിയിലേക്ക് മറ്റൊരു ഫംഗ്ഷൻ ജിയും തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ദെൻ ജി ഇസ് കോമ്പോസിറ്റ് ടു എഫ്, അല്ലെങ്കിൽ കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ അത് ഡിഫൈൻ ചെയ്തേക്കുന്നത്, അത് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനെ റിട്ടേൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ജി 0 എഫ്, അതായത് ജി കോമ്പോസിഷൻ എന്ന് പറഞ്ഞ സിമ്പിൾ ആണ് അത്. നോക്കാം എങ്ങനെ അത് എഴുതാം. തന്നിരിക്കുന്ന അനുസരിച്ച് എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്, ജി എന്ന് പറയുന്നത് എന്താണ്, ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യാറ്. ജി കോമ്പോസിഷൻ ഓഫ് എഫ് എന്നാണ് നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ എന്താണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ജി കോമ്പോസിഷൻ എഫും ഒരു ഫംഗ്ഷൻ ആയിരിക്കും. എഫും ജിയും രണ്ട് ഫംഗ്ഷൻസ് ആണ്.
അത് മാപ്പ് ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് എന്താ സെറ്റ്സിൽ നിന്നാണ്. സോ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എഗെയിൻ എന്തായിരിക്കും? അതൊരു ഫംഗ്ഷൻ ആയിരിക്കും. അത് എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? എയിൽ നിന്ന് സിയിലേക്കായിരിക്കും. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, അത് എയിൽ നിന്ന് സിയിലേട്ടായിരിക്കും. നോക്കി, ഇവിടെ എഫ് എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് ബിയിലേട്ടാണ്. ജി എന്ന് പറയുന്നത് ബിയിൽ നിന്ന് സിയിലേട്ടാണ്. ഇവിടെ ഏതാണ് കോമൺ ആയിട്ടുള്ളത്? ബി ടു ബി എന്ന് പറയുന്നതാണ് കോമൺ ആയിട്ടുള്ളത്. സോ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എടുക്കേണ്ടത് എവിടെ നിന്നാണ്? എഫിലെ ആണ് എടുക്കേണ്ടത്. ഈ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കേസ് വേണം ആദ്യം എടുക്കാനായിട്ട്. അതായത് എഫിന്റെ ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? എയിൽ നിന്ന് ബിയിലേട്ടാണ്. സോ ഇവിടെ ബി, രണ്ട് സൈഡിലും ബി എന്താ? കോമൺ ആണ്. സോ അത് അവിടെ നെഗ്ലക്ട് ചെയ്തായിട്ട് കളയാം. അപ്പോ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ആക്ച്വലി അത് ഒരു ഫംഗ്ഷൻ ആയിരിക്കും. എവിടെ നിന്ന് എങ്ങോട്ടേക്ക്? എയിൽ നിന്ന് സിയിലേട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. ജി കോമ്പോസിഷൻ എഫിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു, അതിനെ നമ്മൾ ജി ഓഫ് എഫ് ഓഫ് എ എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ആദ്യം നമ്മൾ എടുക്കേണ്ടത് ആരുടെ ഇമേജ് ആയിരിക്കണം? ഈ പറഞ്ഞ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഇമേജ് ആയിരിക്കണം ആദ്യം എടുക്കാൻ. എന്നിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ജിയുടെ ഇമേജ് എടുക്കാൻ. അതാണ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാല്. ക്ലിയർ ആണോ അത്? ഹലോ ഹലോ ഓക്കെ ആണ് മാം. ഓക്കെ ഓക്കെ, ഇപ്പൊ ഡിഫൈൻ ചെയ്തത് കണ്ടല്ലോ. ഓക്കെ, നോക്കാം എന്താ പറഞ്ഞേക്കുന്നത്. എഫും ഉണ്ട് ജിയും ഉണ്ട്. എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേട്ടുള്ള ഒരു ഫംഗ്ഷൻ, ജി എന്ന് പറയുന്നത് ബിയിൽ നിന്ന് സിയിലേട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ദെൻ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എഗെയിൻ എന്തായിരിക്കും? ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതെങ്ങനെയായിരിക്കും? ഇവിടെ നോക്കുക, എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേട്ടാണ്, ജി എന്ന് പറയുന്നത് ബിയിൽ നിന്ന് സിയിലേക്കുമാണ്. സോ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നതിനെ നമ്മൾ ഓഫ് എ, ഒരു എലമെന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ എടുക്കുന്ന ജി ഓഫ് എഫ് ഓഫ് എ എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ആദ്യം എഫിന്റെ ഫംഗ്ഷൻ നോക്കണം, എഫിന്റെ ഇമേജ് നോക്കണം. അപ്പൊ ഇവിടുത്തെ ഫംഗ്ഷൻ ആയിട്ട് പറയുമ്പോൾ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതെന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? ഈ ബി രണ്ട് മാപ്പിങ്ങില് രണ്ട് സെറ്റ് സെയിം ആണെങ്കിൽ അതിനെ നെഗ്ലക്ട് ചെയ്ത് കളയാം. ഇനി നോക്കി, ഇനിയുള്ള സെറ്റ് ഏതാ? എയും സിയും ആണ്. നമ്മൾ ആദ്യം എടുക്കുന്നത് ആരെ വേണം എടുക്കാനായിട്ട്? ഈ രണ്ടാമത് തന്നേക്കുന്ന ഫംഗ്ഷനെ വേണം എടുക്കാൻ. സോ എന്ത് കിട്ടും? എഫിൽ നിന്ന് വേണം നമ്മൾ മാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ എന്ത് വരും? എ ടു സിയിലേട്ടായിരിക്കും ഈ പറഞ്ഞ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്ന മാപ്പിംഗ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇത് നിങ്ങൾക്ക് ഇത്ര ഡൗട്ട് വരുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ടൈം എടുക്കുന്നത്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇതിൽ നിങ്ങളുടെ PPT-യില് ക്വസ്റ്റ്യൻസ് അങ്ങനെ കൊടുത്തിട്ടില്ല. ഞാൻ ഈ PPT ഉണ്ടാക്കാത്തതുകൊണ്ട് എനിക്കിത് ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ഞാനല്ല ഈ എനിക്ക് PPT തന്നതാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. ഓക്കെ അല്ലേ? ഈ PPT ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. ഓക്കെ ഓക്കെ മാം. ഓക്കെ, നോക്കാം പ്രോപ്പർട്ടീസ് ഓഫ് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്. നമുക്ക് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, നോക്കാം. ലെറ്റ് എഫ് ഫ്രം എ ടു ബി, ജി ഫ്രം ബി ടു സി ആൻഡ് എച്ച് ഫ്രം സി ടു എ, ദെൻ കോമ്പോസിഷൻ ഇസ് അസോസിയേറ്റീവ്. എന്താണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്കാം, എച്ച് ഓഫ് ജി ഓഫ് എഫ് വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് ജി ഓഫ് എഫ്. ഇങ്ങനെ പറയാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ എന്ന് വെച്ചാൽ എച്ചും ജിയും എഫും അല്ലാണ്ട് ഞാൻ എടുക്കുന്നത് ഇപ്പോ എ ഇൻറ്റു പി സി ഇതെടുത്തു എന്ന് വിചാരിക്കാം. ഇത് അസോസിയേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എന്റെ മീനിങ് എന്താ? തിരിച്ച്, അതായത് എ ബി ഇൻറ്റു സി എന്ന് നമുക്ക് എഴുതാൻ പറ്റണം. ഇതിനെയാണ് നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, എന്ത്? ഇപ്പോ എ ബി തിരിച്ചും പറയാം, എ ബി ഇൻറ്റു സി ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണം? എ ഇൻറ്റു ബി സി ഇങ്ങനെ എഴുതാൻ പറ്റുവാണെങ്കിൽ
അങ്ങനെയുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ കേസിൽ നമുക്ക് ഫങ്ഷൻസിനെ വെച്ചിട്ടാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറയാനുള്ളത്. സോ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? എഫ് തന്നിട്ടുണ്ട്, ജിയും തന്നിട്ടുണ്ട്, എച്ചും തന്നിട്ടുണ്ട്. സോ നോക്കിയേ, ഇപ്പൊ നമ്മൾ എച്ച് ഓഫ് ജി ഓഫ് എഫ് ഇങ്ങനെയാണ് ശരിക്കും വരുന്നത്. ഇതെന്തായിട്ട് നമുക്ക് എഴുതാം? എച്ച് ജി ഇൻറ്റു എഫ് ഇങ്ങനെ എഴുതാം. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. കോമ്പോസിഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, സെക്കൻഡ് പ്രോപ്പർട്ടി നോക്കാം. ഇഫ് എഫ് ആൻഡ് ജി ആർ 1 1 then ജി കോമ്പോസിഷൻ എഫ് ഇസ് ഓൾസോ 1 1. ഇതൊക്കെ പ്രോപ്പർട്ടീസ് ആണ്. എന്താ? എഫും ജിയും 1 1 ആണെങ്കിൽ, രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, എഫും ജിയും 1 1 ഫംഗ്ഷൻസ് ആണെങ്കിൽ അതിന്റെ കോമ്പോസിഷൻ എന്ത്? ജി കോമ്പോസിഷൻ എഫും എന്തായിരിക്കും? ഇസ് ഓൾസോ 1 1. ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കിക്കേ. ഇഫ് എഫ് ആൻഡ് ജി ആർ ഓൺ 2 then ജി കോമ്പോസിഷൻ എഫ് ഇസ് ഓൾസോ ഓൺ 2. നമുക്ക് നോക്കാം. 3 പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു. എന്താണ്? കോമ്പോസിഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആയിരിക്കണം. അതേപോലെ സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണ്? എഫും ജിയും 1 1 ആണെങ്കിൽ അതിന്റെ കോമ്പോസിഷൻ, ദാറ്റ് ഇസ് ജി കോമ്പോസിഷൻ എഫ് എന്തായിരിക്കണം? 1 1 ആയിരിക്കണം. അതേപോലെ അടുത്ത പ്രോപ്പർട്ടി പറഞ്ഞ എന്താണ്? എഫും ജിയും ഓൺ 2 ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് എന്തായിരിക്കണം? ഓൺ 2 ആയിരിക്കണം. ക്ലിയർ അല്ലേ? അതെ. ഇതൊക്കെ പ്രോപ്പർട്ടീസ് ആണ്. അതിനും എക്സാമ്പിൾസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ. ഹലോ, ആരാ പാട്ട് പാടുന്നത്? ഓക്കെ, ഓക്കെ, അടുത്ത് നോക്കാം. ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ. ഇഫ് എഫ് ഇസ് ബൈജക്റ്റീവ് then there is a function f inverse from b to a such that f inverse f of a is equal to a for all a belongs to f and f inverse f of b is equal to b for all b belongs to b. നോക്കാം, ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എടുക്കുന്ന എഫ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് ഉള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. ഇത് ബൈജക്റ്റീവ് ആണെങ്കിൽ, എഫ് ബൈജക്റ്റീവ് ആണെന്ന് വെച്ചാൽ എന്താ? അത് 1 1 ഉം ഓൺ 2 ആയിരിക്കണം. അതല്ലേ ബൈജക്റ്റീവ്? ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് എന്ന് പറയണമെങ്കിൽ അത് 1 1 ആയിരിക്കണം, അതേപോലെ തന്നെ ഓൺ 2 ഉം ആയിരിക്കണം. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ബൈജക്റ്റീവ് എന്ന് പറയുള്ളൂ. സോ ഇപ്പൊ എഫ് എന്ന് പറയുന്നത് ബൈജക്റ്റീവ് ആണെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു കണ്ടീഷൻ ഉണ്ട്. ദർ എക്സിസ്റ്റ് അനദർ ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സ്. അവിടെ വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം, എഫ് ഇൻവേഴ്സ്. ഇൻവേഴ്സ് എപ്പോഴും പറയുന്നത് തിരിച്ചുള്ളതാണ് നമ്മൾ പറയുന്നത്. എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ എഫ് ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കണം? ബിയിൽ നിന്ന് എയിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. സച്ച് ദാറ്റ് കണ്ടീഷൻ ഉണ്ട്. എന്ത്? എഫ് ഇൻവേഴ്സ് ഇൻറ്റു എഫ് ഓഫ് എ എടുത്താൽ നമുക്ക് എന്ത് കിട്ടണം? എ തന്നെ കിട്ടണം. ഇൻവേർട്ടിബിൾ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടേണ്ടത് സെയിം എലമെന്റ് ആയിരിക്കണം. അതായത് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ പറയാണ് എഫ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഇത് ഇൻവേർട്ടിബിൾ ആണ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. അതാണ് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. എന്ത്? എഫ് ഇൻവേഴ്സ് ഫ്രം ബി ടു എ. അതെന്താ കണ്ടീഷൻ പറയുന്നത്? എഫ് ഇൻവേഴ്സ് ഇൻറ്റു എഫ് എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഇൻറ്റു എഫ് ഓഫ് എ എടുത്താൽ നമുക്ക് എന്ത് കിട്ടണം? എ തന്നെ കിട്ടണം. അതായത് ഈ എഫ് ഇൻവേഴ്സ് എഫ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കണം. നിങ്ങൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്താന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഒരു എലമെന്റിനെ ആ എലമെന്റിലേക്ക് തന്നെ മാപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ 1 എടുത്തു, ആ 1നെ 1ലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയാം. 2 എടുത്തു, 2ലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യണമെങ്കിൽ അതിനെ നമുക്ക് ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയാം. എഫ് ഇൻവേഴ്സ് എഫ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. ക്ലിയർ ആണോ അത് പറഞ്ഞ ഐഡന്റിറ്റി ഫംഗ്ഷൻ? ഹലോ, ഒരു ഫംഗ്ഷനും അതിന്റെ ഇൻവേഴ്സും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന, അതായത് കോമ്പോസിഷൻ എടുത്തു എന്ന് വിചാരിക്കുക, നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? അത് ഐഡന്റിറ്റി ആയിരിക്കും. അതായത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു എലമെന്റിന് ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്താന്ന് കേട്ടോ? ഓക്കെ, ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് ഒരു ഫംഗ്ഷൻ അത് ഒരു എലമെന്റിനെ അതേ എലമെന്റിലേക്ക് തന്നെ ആവണം മാപ്പ് ചെയ്യാൻ. 1 എടുത്താൽ 1ലേക്ക് തന്നെ ആയിരിക്കണം മാപ്പ് ചെയ്യാൻ. 2 എടുക്കുകയാണെങ്കിൽ 2ലേക്ക് ആയിരിക്കണം മാപ്പ് ചെയ്യാൻ. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
അപ്പൊ ഒരു ഫംഗ്ഷനും അതിന്റെ ഇൻവേഴ്സും കൂടെയുള്ള കോമ്പോസിഷൻ എടുത്താൽ എഫും എഫ് ഇൻവേഴ്സും എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. സോ എഫ് ഇൻവേഴ്സ് ഇൻറ്റു എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുന്നത്? ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയതുകൊണ്ട് എനെ എങ്ങോട്ടേക്കേ മാപ്പ് ചെയ്യുള്ളൂ? എയിലേക്കേ മാപ്പ് ചെയ്യുള്ളൂ. അതേപോലെ അടുത്ത കേസ് എഫ് ഇൻവേഴ്സ് എഫ് ഓഫ് ബി എടുത്താൽ അതെങ്ങോട്ടേക്കേ മാപ്പ് ചെയ്യുള്ളൂ? ബിയിലേക്കേ മാപ്പ് ചെയ്യുള്ളൂ. ക്ലിയർ ആണോ? എഫ് ബൈജക്റ്റീവ് ആണെങ്കിലാണ് നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റുള്ളൂ? അതിനൊരു ഇൻവേഴ്സ് ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻഡ് ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്കായിരിക്കും ഡിഫൈൻഡ് ആയിട്ടുള്ളത്. ക്ലിയർ ആണോ? യെസ് മാം. അതെ മാം. ഓക്കെ. നോക്കാം. F inverse is the inverse of the function f and is always unique. F inverse എന്ന് പറയുന്നത് എപ്പോഴും യൂണീക്ക് ആയിരിക്കും. അതായത് യൂണീക്ക് എലമെന്റ്സിലേക്ക് മാത്രമാണ് നമുക്ക് മാപ്പ് ചെയ്യുള്ളൂ. നമുക്ക് കിട്ടുന്ന സെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും യൂണീക്ക് ആയിരിക്കും. ഓക്കെ. ഇനി അടുത്ത പറയുന്നത് ബൈനറി ഓപ്പറേഷൻസ് എന്താണെന്നാണ്. ഓക്കെ. Binary operations. A binary operation are mathematical operations such as addition, subtraction, multiplication and division performed between two operands. Okay. ഒരു ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ രണ്ട് സെറ്റുകൾ തരുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ നമുക്ക് ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യാം. ഏതൊക്കെ? അഡീഷൻ ഡിഫൈൻ ചെയ്യാം, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അങ്ങനെ പല ഓപ്പറേഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്പറേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സോ എ ബൈനറി ഓപ്പറേഷൻ ഓൺ എ സെറ്റ് എ ഇസ് ഡിഫൈൻഡ് ആസ് ഓപ്പറേഷൻസ് പെർഫോംഡ് ബിറ്റ്വീൻ ടു എലമെന്റ്സ് ഓഫ് സെറ്റ് എ ആൻഡ് ദ റിസൾട്ട് ഓൾസോ ബിലോങ്സ് ടു സെറ്റ് എ. ഓക്കെ, നോക്കി. ഒരു ബൈനറി ഓപ്പറേഷൻ, നമ്മളൊരു സെറ്റ് എ എടുത്തു, അതിലെ ഒരു എലമെന്റ് രണ്ട് എലമെന്റ്സ് എടുത്താൽ ആ എലമെന്റ്സിൽ ഇപ്പൊ ഞാൻ എടുക്കുന്ന അഡീഷൻ ആണ് ഞാൻ എടുക്കുന്ന ഓപ്പറേഷൻ എങ്കിൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എലമെന്റ് കിട്ടുമല്ലോ. അതുപോലെ സബ്ട്രാക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് അതിന് മൈനസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും രണ്ട് എലമെന്റ്സിനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എഗൈൻ ഒരു എലമെന്റ് കിട്ടുമല്ലോ, ഒരു നമ്പർ കിട്ടുമല്ലോ. ആ എലമെന്റ് എവിടെയായിരിക്കും ബിലോങ് ചെയ്യുന്നത്? സെറ്റ് എയിലാണ് ബിലോങ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ഓപ്പറേഷൻസിനെയാണ് നമ്മൾ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. എ ബൈനറി ഓപ്പറേഷൻ ഓൺ എ സെറ്റ് എ ഇസ് ഡിഫൈൻഡ് ആസ് operations performed between two elements of set A and the result also belongs to set A. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എടുക്കുന്ന രണ്ട് എലമെന്റ്സ് എയിൽ നിന്ന് എടുത്താൽ അതിൽ നടത്തുന്ന ബൈനറി ഓപ്പറേഷൻ അഡീഷൻ ആണ് എടുക്കുന്നതെങ്കിൽ എയും ബിയും ഞാൻ സെറ്റ് എയിൽ നിന്ന് എടുത്തു, ക്യാപിറ്റൽ എയിൽ നിന്ന് എടുത്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബിയും എവിടെ തന്നെ ഉണ്ടാവണം? ക്യാപിറ്റൽ എയിൽ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ബൈനറി ഓപ്പറേഷൻ എന്ന് പറയാം. Then set A is called a binary composition. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷനെ നമുക്ക് എന്ത് പറയാം? ആ പറഞ്ഞിരിക്കുന്ന സെറ്റ് എ എന്ത് പറയാം? ബൈനറി ഓപ്പറേഷൻ എന്ന് പറയാം. ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ സ്റ്റാർ വെച്ചിട്ടാണ് ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. ക്ലിയർ ആണോ? ഹലോ, ആ ഒരു ബൈനറി ഓപ്പറേഷൻസിനെയാണോ സ്റ്റാർ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്? സ്റ്റാർ വെച്ച് ഡിനോട്ട് ചെയ്യുന്ന ബൈനറി ഓപ്പറേഷൻസ് ആണ്. അതായത് സ്റ്റാർ ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് അഡീഷൻ എടുക്കാം, സബ്ട്രാക്ഷൻ എടുക്കാം, മൾട്ടിപ്ലിക്കേഷൻ എടുക്കാം, ഡിവിഷൻ വേണമെങ്കിലും എടുക്കാം. കോമൺ ആയിട്ട് നമ്മൾ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റാർ എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യാറ്. ഈ സ്റ്റാർ എന്ത് വേണമെങ്കിലും വരാം. ഈ പറഞ്ഞ നാലെണ്ണത്തിൽ ഏത് ഓപ്പറേഷൻ വേണമെങ്കിലും വരാം. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ ഓക്കെ. ഇത് നിങ്ങൾക്ക് എല്ലാം അറിയാമെന്നാണ് പറയുന്നത്. സോ ഇത് ഇതിന്റെ ഡെഫിനിഷൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണോ ഒരു സ്റ്റാർ? ഈ സ്റ്റാർ നമ്മൾ ഡെഫിനീഷൻ അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ജനറലി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സ്റ്റാർ വെച്ചിട്ടാണ്. ഓക്കെ. അപ്പൊ ഈ ജനറൽ ചെയ്തപ്പോ അതിനകത്ത് പ്ലസ് ആണോ മൈനസ് ആണോ അതൊക്കെ എങ്ങനെ അറിയാം? അപ്പോ അത് നമ്മൾ ഡിഫൈൻ ചെയ്ത അനുസരിച്ചിരിക്കും. നമ്മൾ ജനറലി പറയുമ്പോൾ സ്റ്റാർ എന്ന് പറയും. അതിപ്പോ അഡീഷൻ ആവാം, മൾട്ടിപ്ലിക്കേഷൻ ആവാം, സബ്ട്രാക്ഷൻ ആവാം, ഡിവിഷൻ ആവാം. അത് നമുക്ക് തരും. ഓക്കെ. Okay. Properties of binary composition. A binary operation star on the set X is commutative. Commutative എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് A plus B
ആണെന്ന് വിചാരിക്കുക. ദെൻ നമുക്ക് അതിനെ തിരിച്ചു എഴുതാലോ. എന്ത് ബി പ്ലസ് എ എന്ന് പറഞ്ഞാലും സെയിം തന്നെയല്ലേ അതെ. അല്ലേ? അപ്പൊ ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ആ ഒരു പ്രോപ്പർട്ടിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു ബി സ്റ്റാർ എ എന്ന് എഴുതാൻ പറ്റണം. ഇവിടെ എയും ബിയും എവിടത്തെ എലമെന്റ് ആയിരിക്കണം? സെറ്റ് എക്സിലെ എലമെന്റ് ആയിരിക്കണം. ബൈനറി ഓപ്പറേഷൻസിനെയാണ് നമ്മൾ സ്റ്റാർ എന്ന് ഡിനോട്ട് ചെയ്യാറ്. ഓക്കെ, ഇപ്പൊ കമ്മ്യൂട്ടേറ്റിവിറ്റി മീൻസ് എന്താണ്? എ സ്റ്റാർ ബി ആണെങ്കിൽ ദെൻ ബി സ്റ്റാർ എ ആയിരിക്കണം. അതിനാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അസോസിയേറ്റിവിറ്റി. നമ്മൾ ഒരു സെറ്റ് എക്സ് എടുത്തു. അതിലെ മൂന്ന് എലമെന്റ്സ് നമ്മൾ എടുക്കുകയാണ്, എയും ബിയും സിയും. ഓക്കെ, അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാല് എ സ്റ്റാർ ഇൻറ്റു ബി സ്റ്റാർ സി വിച്ച് ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി ഇൻറ്റു സ്റ്റാർ സി എന്ന് എഴുതാൻ പറ്റണം. ഞാൻ എടുക്കുന്നത് സ്റ്റാർ ആയിട്ട് ഞാൻ എടുക്കുന്നത് ഇപ്പൊ പ്ലസ് ആണെന്ന് വിചാരിക്കുക. പ്ലസ് വരാം, നമുക്ക് ഇഷ്ടമുള്ള ഓപ്പറേഷൻസ് നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഞാൻ എടുക്കുന്ന എ പ്ലസ് ബി പ്ലസ് സി ആണെന്ന് വിചാരിക്കാം. ഇത് എന്തിനോട് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം? എ പ്ലസ് ബി ഇൻറ്റു പ്ലസ് ബി പ്ലസ് സി ഇതിനോട് ഈക്വൽ ആണെന്ന് പറയാലോ. ഹലോ, പറയാം. സോ ഇങ്ങനെ ഡിഫൈൻ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ഇപ്പൊ പ്ലസിന് മാത്രമല്ല മൈനസ് എടുക്കാം, മൾട്ടിപ്ലിക്കേഷൻ എടുക്കാം, ഡിവിഷനും എടുക്കാം. അപ്പൊ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ള ഓപ്പറേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മൈനസ് വരുമ്പോ നമ്മൾ ഓരോ നമ്പർ എടുക്കുന്ന അനുസരിച്ച് ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രം. ഓക്കെ, സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഈ പറയുന്ന പ്രോപ്പർട്ടീനെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? അസോസിയേറ്റീവ് എന്ന് പറയാം. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് മൈനസിൽ എപ്പോഴും ഇത് സാറ്റിസ്ഫൈ ചെയ്യണം എന്നില്ല. പക്ഷെ അഡീഷനിൽ ഇത് എന്തായാലും ട്രിവിയൽ കേസാണ്, അതെന്തായിരിക്കും? സാറ്റിസ്ഫൈ ചെയ്യും. ഇപ്പൊ നമ്മൾ ജനറലി പറയുമ്പോൾ നമ്മൾ എന്ത് വെച്ച് ചെയ്തു? ബൈനറി ഓപ്പറേഷൻ ആയിട്ടുള്ള സ്റ്റാർ വെച്ചിട്ട് ഇവിടെ എടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കാം. There exists identity for the binary operation സ്റ്റാർ ഡിഫൈൻ ചെയ്യുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ എപ്പോഴും പറയുന്നത് ഒരു സെറ്റ് എ ക്രോസ് എയിൽ നിന്ന് എയിലേട്ടാണ് നമ്മൾ ബൈനറി ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യാറ്. ഓക്കെ, എ ക്രോസ് എയിൽ നിന്ന് എയിലേട്ടായിരിക്കും ബൈനറി ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യാറ്. അങ്ങനെയാണെങ്കിൽ ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാല് എ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈക്വൽ ടു എ ആയിരിക്കണം. ഐഡന്റിറ്റി മീൻസ് എന്താ? ഞാൻ പറഞ്ഞു ഐഡന്റിറ്റി ഫംഗ്ഷൻ പറഞ്ഞു. അതെന്താ? ഒരു എലമെന്റ്. ഐഡന്റിറ്റി ഫംഗ്ഷൻ പറയുമ്പോൾ എന്താ? ഒരു എലമെന്റിനെ ആ എലമെന്റിലേക്ക് തന്നെ മാപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഒരു ബൈനറി ഓപ്പറേഷൻ എടുത്താൽ അതിൽ ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പർ ഡെഫിനേഷൻ പോലെ പറയുകയാണെങ്കിൽ എന്താണ്? ഒരു എലമെന്റ് എ എടുത്തു, സ്റ്റാർ ഇ ചെയ്താലും അതുപോലെ ഇ സ്റ്റാർ എ ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടണം? എ തന്നെ കിട്ടണം. അങ്ങനെ കിട്ടുവാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇനെ നമ്മൾ എന്ത് പറയും? ഐഡന്റിറ്റി എന്ന് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ് 1 പ്ലസ് 0 പ്ലസ് 1 എന്ന് നമുക്ക് ഇത് രണ്ട് ഈക്വൽ അല്ലേ? വിച്ച് ഈക്വൽ ടു എന്തായിരിക്കും? 1 അല്ലേ? ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ഈ പറഞ്ഞ സീറോനെ നമുക്ക് എന്ത് പറയാം? ഐഡന്റിറ്റി എന്ന് പറയാം. ഓക്കെ, അതായത് ഒരു എലമെന്റിന്റെ കൂടെ ഒരു ബൈനറി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ എലമെന്റ് തന്നെ കിട്ടുവാണെങ്കിൽ ഇപ്പൊ എയുടെ കൂടെ നമ്മൾ ഒരു ബൈനറി ഓപ്പറേഷൻ നടത്തി വേറൊരു എലമെന്റുമായിട്ട് നടത്തി, അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ കിട്ടിയേ? ആ ഒരു എലമെന്റ് തന്നെ കിട്ടി. ഇതിന് കാരണമാവുന്ന ഈ ഓപ്പറേറ്റ് ചെയ്ത ഈ എലമെന്റ് ഇല്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 1 plus 0 equal to 0 plus 1 അല്ലേ? 0 plus 1 അതെന്താ? അപ്പൊ 1 plus 0 നമുക്ക് എന്താ കിട്ടിയേക്കണേന്ന് നോക്കി. ഈക്വൽ ടു എന്താ കിട്ടിയ? 1. സോ ഇ ഏതാ ഇവിടത്തെ കേസില്? ഇതിപ്പോ 1 എന്ന് പറയുന്ന എ ആ. ഇ എന്താ? 0 അല്ലേ?
അല്ല ടീച്ചർ ഞാൻ ചോദിച്ചത് 1 + 0 = 1. ഓക്കെ 0 അല്ല 1 - 0 0 1 വരും. അപ്പൊ 0 - 1 വരുമ്പോ -1 അല്ലേ വരിക? ഈ 1 ഞാനിപ്പോ + പറഞ്ഞത് 0 എക്സാമ്പിൾ പ്ലസിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ സ്റ്റാർ എന്ന് പറയുന്നത് എല്ലാത്തിലും ഈ പറയുന്ന പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നില്ല. ഇപ്പൊ അഡീഷനിൽ നമ്മൾ നോക്കിയപ്പോ എന്ത് കിട്ടി? ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഐഡന്റിറ്റി ആയിട്ട് അവിടെ 0 വരുമ്പോ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നു. മനസ്സിലായോ? അഡീഷൻ എടുത്തപ്പോ നമുക്ക് എന്ത് കിട്ടി? സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് കിട്ടി. സോ ഈ പറയുന്ന അഡീഷൻ എന്താണ്? നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഒരു ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. ഇനി ഞാൻ മൾട്ടിപ്ലിക്കേഷന്റെ കേസ് എടുക്കാം. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് 1 ഞാൻ എടുക്കുകയാണ്, ഒരു 5 എടുത്തു എന്ന് വിചാരിക്കുക എ ആയിട്ട്. ഇത് ഇൻറ്റു 1 ചെയ്താലല്ലേ എനിക്ക് ഈ 5 തന്നെ കിട്ടുള്ളൂ, അല്ലേ? ഒരു എലമെന്റ് ഇൻറ്റു 1 ചെയ്താലാണ് എനിക്ക് ആ എലമെന്റ് തന്നെ കിട്ടുള്ളൂ. സോ ഇവിടുത്തെ കേസിൽ ഐഡന്റിറ്റി എന്താ? ഈ പറഞ്ഞിരിക്കുന്ന 1 ആണ്. ഒരു എലമെന്റിന്റെ കൂടെ ഏത് ഓപ്പറേഷൻ, ഒരു ബൈനറി ഓപ്പറേഷൻ ചെയ്തു വേറൊരു എലമെന്റ് ആയിട്ട്, അപ്പൊ എഗെയിൻ നമുക്ക് കിട്ടുന്ന ആ ആദ്യത്തെ എലമെന്റ് തന്നെയാണെങ്കിൽ അതെന്തായിരിക്കും? ഈ പറഞ്ഞ എലമെന്റ്. ഇതിനെയാണ് നമ്മൾ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? yes. ഓക്കെ, ഇപ്പൊ നമ്മൾ ഐഡന്റിറ്റി കവർ ചെയ്തു. ഇനി നോക്കാം. എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഫ്രം എ ക്രോസ് എ ടു എ is said to be invertible with respect to the operation star if there exists an element b in a such that a star b equal to b star a is equal to e is identity element in a, then b is the inverse of a and is denoted by a inverse. നോക്കാം, ഇപ്പൊ നമ്മള് ഐഡന്റിറ്റി എന്താന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ഇൻവേഴ്സ് എന്താന്ന്. ഇൻവേഴ്സ് എന്ന് പറയുമ്പോ നോക്കാം, ഇപ്പോ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ഈക്വൽ ടു ഐഡന്റിറ്റി എന്ന് നമുക്ക് കിട്ടുവാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈനെ എന്താ നമ്മൾ പറയുന്നത്? ഐഡന്റിറ്റി എന്ന് പറയും. എനെ നമ്മൾ പറയുന്നത് ബി ഇസ് ദി ഇൻവേഴ്സ് ഓഫ് എ. നോക്കുക, എ ഒരു എലമെന്റ് ഇവിടെ നിർത്തി. അങ്ങനെയാണെങ്കിൽ ബിനെ നമ്മൾ പറയുന്നത് എയുടെ ഇൻവേഴ്സ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇൻവേഴ്സ് +2 പഠിച്ചു കാണും. പഠിച്ചിട്ടില്ല? പഠിച്ചിട്ടുണ്ട്. ഇത് ക്ലിയർ അല്ലേ? ഇൻവേഴ്സ് എന്താന്ന്? യെസ്. ഓക്കെ, അപ്പോ എന്താ? ഒരു എലമെന്റ് വേറൊരു എലമെന്റുമായിട്ട് ബൈനറി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ? ഐഡന്റിറ്റി കിട്ടുവാണെങ്കിൽ, ഇപ്പൊ നോക്കാം, എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. 1 - 1 ഇതെന്താ നമുക്ക് കിട്ടുന്നത്? 0 എന്ന് കിട്ടി. ഈ 0 എന്താ? ഐഡന്റിറ്റി ആണ്. ഓക്കെ, ഈ അഡിക്റ്റീവ് 0നെ നമ്മൾ നോർമലി പറയുന്നത് അഡിക്റ്റീവ് ഐഡന്റിറ്റി എന്നാണ് പറയുന്നത്. 1നെ നമ്മൾ പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് നോക്ക്, ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെയും പറയാം. 1 + -1 ഈക്വൽ ടു എന്താ? 0 അല്ലേ? ഇവിടുത്തെ കേസിൽ ഞാൻ ഡിഫൈൻ ചെയ്തേക്കുന്ന ബൈനറി ഓപ്പറേഷൻ എന്താ? അഡീഷൻ. ഇവിടെ ഞാൻ എടുക്കുന്ന എലമെന്റ്, ആദ്യത്തെ എലമെന്റ് എ, ഈ -1 എന്താ? ബി. സോ നമുക്ക് a + b ചെയ്തപ്പോ എന്ത് കിട്ടി? 0 ഐഡന്റിറ്റി കിട്ടി. സോ എ ഇവിടെ നിർത്തി. ബിനെ നമുക്ക് എന്ത് പറയാം? എയുടെ ഇൻവേഴ്സ് എന്ന് പറയാം. നമ്മൾ എയുടെ ഇൻവേഴ്സിനെ ജനറലി ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ എ ഇൻവേഴ്സ് എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്? ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, താങ്ക് യു. മാം, ബൈജക്റ്റിന് ശേഷമുള്ള ഒരു കോമ്പോസിറ്റ് നമ്പറോ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നോ? ഒന്നുകൂടെ പറയുമോ? കോമ്പോസിഷനോ? കോമ്പോസിഷൻ. ഓക്കെ, നോക്ക, എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ജി എന്ന് പറയുന്നത് ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ദെൻ ജി കോമ്പോസിഷൻ എഫ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്, ഈ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എഗെയിൻ എന്താണ്? അതും ഒരു ഫംഗ്ഷൻ തന്നെയാണ്. ഇത് നോക്കിക്കേ, ജി കോമ്പോസിഷൻ എഫിനെ പ്രോപ്പർ ഡെഫിനിഷൻ ആദ്യം പഠിക്കുക. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഒരു
ജി കോമ്പോസിഷൻ എഫ് ഒരു ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു സെറ്റിൽ നിന്ന് വേറൊരു സെറ്റിലിട്ട് മാപ്പ് ചെയ്യൂലോ. അപ്പോ അവിടത്തെ ഒരു എലമെന്റ് ഈ പറഞ്ഞ ഞാനിപ്പോ എയിൽ നിന്ന് ഒരു എലമെന്റ് സ്മോൾ എ എടുത്തെന്ന് വിചാരിക്കാം. സോ ഇതിന്റെ ഇമേജ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ജി ഓഫ് എഫ് ഓഫ് എ എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇതിന്റെ മീനിങ് എന്താണ്? ആദ്യം നമ്മൾ എഫിന്റെ ഇമേജ് കണ്ടുപിടിക്കണം, എന്നിട്ട് അതിന്റെ വേണം ജിയുടെ ഇമേജ് പിന്നെ കണ്ടുപിടിക്കാൻ. ഇതാണ് പറയുന്നത്. അപ്പൊ ആദ്യം എഫിന്റെ ഇമേജ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, നമുക്ക് ആദ്യം ഈ കോമ്പോസിഷന്റെ മാപ്പിംഗ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണെന്ന് നോക്കാം. ജി കോമ്പോസിഷൻ എഫ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ബിയും ബിയും കോമൺ ആണ്. സോ അതിനെ നെഗ്ലക്ട് ചെയ്യുക. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്ന മാപ്പിംഗ് എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കണം? ആദ്യം നമ്മൾ എഫിന്റെ ആണ് നോക്കേണ്ടത്. സോ എഫിന്റെ ഇനി ആരേ ഉള്ളൂ? ഈ സെറ്റ് എ ഉള്ളൂ. സോ എയിൽ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും മാപ്പിംഗ് വരുന്നത്? സിയിലേട്ടായിരിക്കും. അപ്പൊ എങ്ങനെ പറയാം നമുക്ക്? ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞ. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, താങ്ക് യു. അപ്പൊ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാം. താങ്ക് യു.